بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സായാഹ്നത്തിൽ റബ്ബിൻ്റെ പള്ളിയിൽ ഒരുമിച്ചുകൂടി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൈറുൽ കലാം അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം നമുക്ക് ഒത്തിണങ്ങി വന്നിരിക്കുകയാണ്. ഈമാനിനെ പരിപോഷിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കണ്ടിരുന്ന ഒരു വഴിയാണ് ഇതുപോലെ ഒരുമിച്ചിരിക്കുകയും പരസ്പരം ദീനിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത്. സ്വഹാബത്ത് അവരുടെ ഒഴിവ് സമയങ്ങളെ അധികവും വിനിയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റും ആയിട്ടുള്ള ഈമാനിനെ വളർത്താനും ഈമാനിനെ പരിപോഷിപ്പിക്കാനും പറ്റിയ തരത്തിലുള്ള സിറ്റിങ്ങുകളിലായിരുന്നു അവരുടെ ഭൂരിഭാഗ സമയം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മജ്ലിസുകളിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലവും അവൻ്റെ സ്വർഗവും ഈമാനിൻ്റെ വളർച്ചയും ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളും ഉണ്ടായിരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടെ ആത്മാർത്ഥതയായിരിക്കണം നമ്മെ ഇത്തരത്തിലുള്ള ഇരുത്തങ്ങളിൽ നമ്മളെ നയിക്കേണ്ടത് എന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ മഹനീയമായ സ്വർഗത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി ഈ ഇരുത്തത്തെ മാറ്റുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ നേറുന്ന വ്യഥയായി മാറിയിരിക്കുകയാണ് വയനാടുണ്ടായ പ്രളയം. പ്രളയബാധിതരിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി. അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർക്ക് നേരെ നീട്ടുന്ന ക്യാമറകൾക്കും മൈക്കുകൾക്കും മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന ഈ ഒരു രംഗം കണ്ടിട്ട് നമ്മുടെ ആരുമല്ലാത്ത അവരുടെ കരച്ചിൽ നമ്മെ എല്ലാവരെയും കരയിപ്പിച്ചു എന്നതാണ് സത്യം. കോടികൾ പിരിച്ചെടുത്ത് സർക്കാരും സർക്കാരേതര കൂട്ടായ്മകളും സംഘടനകളും രാഷ്ട്രീയ സാമൂഹിക മത പ്രസ്ഥാനങ്ങളുമെല്ലാം അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കലക്ഷനുകൾ, കോടികൾ അതിലൂടെ വരവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വയനാടിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ നിത്യോപയോഗ വസ്തുക്കളും വീട്ടുപകരണങ്ങളും സാധന സാമഗ്രികളുമായിട്ട് ചുരം കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും തങ്ങളുടെ ഉറ്റവരും ഉടയവരും കുടുംബവും നഷ്ടപ്പെട്ടു എന്ന വ്യഥ അവർക്ക് മനസ്സിൽ നിന്ന് നീങ്ങാത്ത ദുഃഖമാണ്. മറക്കാൻ ശ്രമിക്കുകയാണ് എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഓർമ്മയിൽ തികട്ടി വരും എന്നാണ് അവർ പറയുന്നത്. അത് നമുക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് എന്തുണ്ടെങ്കിലും ശരി, നമ്മുടെ കുടുംബം ഇല്ലാതെ പോയാൽ അത് സഹിക്കാനാവില്ല എന്നതാണ് നിത്യവും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പോയാലും കുടുംബം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, എന്ത് നഷ്ടപ്പെട്ടാലും ആ കുടുംബമുണ്ടല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രളയത്തിൽ പാതാറിൽ വലിയൊരു വീട്, ഇരുനില കെട്ടിടം മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയി അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കി കിടക്കുമ്പോൾ 10-30 കൊല്ലം പ്രവാസ ലോകത്ത് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഒരു വീട് തകർന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അത്രയും ചോരനീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഇത്തരം വലിയ ഒരു ജലപ്രളയം തകർത്തെറിഞ്ഞു കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ആയിരിക്കും അയാൾ അതിനോട് പ്രതികരിക്കുക? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വിഷമമുണ്ട്, കാരണം എൻ്റെ കൊല്ലങ്ങളുടെ അധ്വാനമാണ് ഈ ഒരു പ്രളയത്തിൽ ഒലിച്ചുപോയത്. പക്ഷേ എനിക്ക് സമാധാനമുണ്ട്, എൻ്റെ വീട് ഒലിച്ചു പോയപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും അതിൽ പെട്ടില്ലല്ലോ എന്നത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തില്ലെങ്കിലും
നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മാതാപിതാക്കളും നമ്മളോടൊപ്പം ഉണ്ട് എങ്കിൽ അത് വലിയൊരു സമ്പാദ്യമാണ്. നമുക്കെന്തുണ്ടെങ്കിലും നമ്മുടെ കുടുംബം നമ്മോടൊപ്പം ഇല്ല എങ്കിൽ അത് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് വൈവാഹിക സൗഭാഗ്യം ലഭിക്കാതെ അകാരണമായി വിവാഹം നീണ്ടുപോകുന്ന ആളുകൾ വിഷമത്തിൽ കഴിച്ചു കൂട്ടുന്നത്. കാലങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും മക്കളാവാതെ പോകുന്ന ആളുകൾ ആ മക്കളില്ലാത്ത വേദനയിൽ കഴിച്ചു കൂട്ടാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ഹൃദയത്തെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഊട്ടിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സൗകര്യമുണ്ട്, എനിക്ക് എൻ്റെ ആരെയും ആവശ്യമില്ല എന്നൊരു പക്ഷേ വികാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ഇണയില്ലാത്തതിന്റെ പ്രയാസം, മക്കളില്ലാത്തതിന്റെ പ്രയാസം നാം അനുഭവിക്കും എന്നുള്ളതാണ് നിരവധി ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. കല്യാണമൊന്നും വേണ്ട എന്ന് പറയുന്ന പുതിയ തലമുറയുണ്ട് നമ്മുടെ ചുറ്റുപാടും. അവർ വിചാരിക്കുന്നത് തനിക്ക് ഒരു അക്കാഡമിക്കലി എല്ലാം റെഡിയായി കഴിഞ്ഞാൽ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടും, ആ ജോലി എടുത്താൽ എനിക്ക് പ്രതിമാസം ഇത്ര സാലറി കിട്ടും, ആ സാലറിക്ക് ടൗണിൽ ഞാനൊരു നല്ലൊരു ഫ്ലാറ്റ് എടുത്താൽ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം, എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല, എനിക്ക് ആരുടെയും വേല ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ, ഒറ്റക്കാലിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുമെന്ന ഭാവനാലോകത്ത് വിരാജിക്കുകയാണ് പുതുതലമുറ. അതിലേക്ക് ചില ടിപ്സ്, ചില ഗൈഡൻസ് കൊടുക്കുകയാണ് അനുദിനം ഇറങ്ങുന്ന ചിത്രീകരണങ്ങളും അതുപോലെ തന്നെ യൂട്യൂബർമാരും ബ്ലോഗർമാരുമെല്ലാം പുതുതലമുറയെ അവിഹിതങ്ങളിലേക്ക്, അനാശാസ്യങ്ങളിലേക്ക്, അധർമ്മത്തിലേക്ക്, അതിരും എതിരുമില്ലാത്ത ലോകത്തേക്ക് പാറിപ്പറക്കാൻ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന, അവന്റെ ശബ്ദമാധുര്യം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തു നല്ല ഇസ്ലാമികമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയെ വളരെ മോശപ്പെട്ട തരത്തിൽ ഗാനത്തിലും മറ്റു കാര്യങ്ങൾക്കും പ്രേരിപ്പിച്ചുകൊണ്ട് പുതിയ ട്രെൻഡുകളുടെ ഒരു വക്താവാക്കി മാറ്റാൻ വേണ്ടി ചില മീഡിയകൾ, ചില യൂട്യൂബർമാർ അവനെ ഇന്റർവ്യൂക്ക് വിളിച്ച് അവനെ പൊളിച്ചിമ കയറ്റുന്ന ചില കാഴ്ചകൾ കണ്ടപ്പോൾ എത്ര നൈസായിട്ടാണ് പുതിയ തലമുറയെ ഇവരെല്ലാവരും വശീകരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ്. പുതിയ തലമുറയുടെ ഉള്ളിൽ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ആ ഒരു ഊഷ്മളതയും ആ ഒരു മധുരവും ആ ഒരു സുരക്ഷയും ആ ഒരു സംരക്ഷണവുമെല്ലാം അനുഭവിച്ച ഒരാൾക്കും തന്നെ പറയാൻ സാധിക്കില്ല. കുടുംബമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല. പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്, ഞങ്ങള് മരിച്ച ഉടനെ നിങ്ങൾ പെണ്ണ് കെട്ടുമല്ലോ, ഞങ്ങള് അങ്ങനെയല്ല, നിങ്ങൾ മരിച്ചാല് ഞങ്ങൾ ഒരുപാട് കാലം ക്ഷമിച്ച് ജീവിക്കും എന്നാണ് പറയുന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്ട്രെങ്ത്, സ്ത്രീകളുടെ ഒരു വിലയാണ് അവിടെ കാണുന്നത്. ഒരു പെണ്ണ് മരണപ്പെട്ടാൽ വൈകാതെ തന്നെ ഒരു ആണിന് കല്യാണം കഴിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നെങ്കിൽ അത് സ്ത്രീകളെ നിങ്ങളുടെ വിലയാണ്. നിങ്ങളില്ലാണ്ട് ഒരു പുരുഷന് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല എന്നതാണ് അത് തെളിയിക്കുന്നത്. കാരണം ആ മക്കളെ പോറ്റണം, ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, മറ്റു സംഗതികളെല്ലാം നോക്കി നടത്തണം എന്നത് വലിയൊരു ഭാരിച്ച ചുമതലയാണ്. വീട്ടിലേക്കുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്നതോടൊപ്പം വീട്ടിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്തുണ്ടാക്കുക എന്നത് ഒരിക്കലും ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതം വെച്ച് ആണും പെണ്ണും ഇണങ്ങി വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒന്നായി ജീവിക്കണം. പിതാവിന് മാത്രം കുടുംബം നയിക്കാനാവില്ല, ഉമ്മക്ക് മാത്രം കുടുംബം നയിക്കാനാവില്ല. രണ്ടുപേരും ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പടച്ച റബ്ബ് ഊട്ടിയിരിക്കുകയാണ് ഈ കുടുംബത്തോടുള്ള വല്ലാത്ത സ്നേഹമെന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു ഉമ്മ അവരെത്രയാണ് വേദന സഹിക്കുന്നത്, അവരെത്രയാണ് പ്രയാസപ്പെടുന്നത്. ഗർഭധാരണത്തിന്റെ ആദ്യ സമയം മുതൽക്ക് തന്നെ അവര് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 9 മാസവും അല്ലെങ്കിൽ 9.5 മാസവും ഒക്കെ ഈ 3-3.5 കിലോ ഭാരം തന്റെ ഉദരത്തിൽ വഹിച്ചു കൊണ്ടുപോവുക എന്നത് എത്ര ത്യാഗമുള്ള പ്രവർത്തനമാണ്. അതും വളരെ ശരീരത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ഓരോ കുഞ്ഞും ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എത്ര നൊമ്പരപ്പെട്ടുകൊണ്ടും എത്ര വേദനകൾ സഹിച്ചുകൊണ്ടുമാണ്. പക്ഷെ ഒരു ഉമ്മക്കൊരു കുഞ്ഞിനോടുള്ള സ്നേഹം എത്രയാണ്. ഒരു കുഞ്ഞിന് ആ ഉമ്മയുടെ സ്നേഹമില്ലെങ്കിൽ ആ കുഞ്ഞെങ്ങനെയാണ് ജീവിക്കുന്നത്? ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സ്നേഹവും ആ ഒരു വാത്സല്യവും നാം
കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ കുടുംബ ജീവിതത്തിലാണ്. ഉമ്മാന്റെ സ്നേഹം, ഇണകൾ തമ്മിലുള്ള ആ കൊണ്ടും കൊടുത്തുമുള്ള, ചിലപ്പോഴൊക്കെ കച്ചറുണ്ടാവുമെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും പിണങ്ങി നിൽക്കുമെങ്കിലും പരസ്പരമുള്ള ആ കൊണ്ടും കൊടുത്തും സംരക്ഷിച്ചും സ്നേഹിച്ചും അറിഞ്ഞും ഇടപഴകിയുമുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് എത്ര വലുതാണ്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കളില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നത് മക്കളില്ലാത്തവരോട് ചോദിച്ചില്ലെങ്കിലും അവരെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 18 കൊല്ലം മക്കളുണ്ടാകാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരു യുവാവിനെ കഴിഞ്ഞ ഒരു ക്യാമ്പിൽ എന്റെ ഗ്രൂപ്പിലെ മെമ്പറായിട്ട് എനിക്ക് കിട്ടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എത്താത്ത സ്ഥലം എവിടെയുമില്ല, കാണാത്ത ഡോക്ടർമാർ ആരുമില്ല, ഒരുപാട് ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചു, പലരും ഞങ്ങളെ പറ്റിച്ചുപോയി, ഇത് വലിയൊരു റാക്കറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കുട്ടിയുണ്ടാവണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തിൽ വരുന്നവരുടെ പോക്കറ്റടിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പലരും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ്, അദ്ദേഹം 1.5 കൊല്ലം കഴിച്ച ഗുളിക ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ എടുത്തിട്ട് നോക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ് അത്ര അദ്ദേഹം കുടിച്ചുകൊണ്ടേയിരിക്കുന്നത്. താൻ കഴിക്കുന്ന ഗുളിക അത് എക്സ്പയറി ഡേറ്റ് തീർന്നതാണോ എന്ന് പോലും നോക്കാതെ ഇത് കഴിച്ചാലെങ്കിലും എനിക്കൊരു കുഞ്ഞുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കഴിക്കുന്ന ഒരു പാവം മനുഷ്യന്റെ ഹൃത്തടത്തിലെ നൊമ്പരം മക്കളെ കളിപ്പിക്കുന്ന, മക്കളെ ചിരിപ്പിക്കുന്ന, മക്കളുടെ കൂടെ ജീവിക്കുന്ന നമുക്ക് ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു കുടുംബത്തിലെ ഉമ്മയുടെയും ഉപ്പയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ആ മക്കളോടുമൊത്തുള്ള ആ ഒരു ജീവിതത്തിന്റെ സന്തോഷം എത്രത്തോളം ആയിരിക്കുമെന്നത് ആ വയനാട് കുടുംബമെല്ലാം പോയി ഞാൻ ഒറ്റക്കായി, ഇനി ഞാൻ എന്തിന് ഗൾഫിൽ പോകണമെന്ന് ചോദിച്ച ആ പ്രവാസിയോട് പോയി ചോദിച്ചു നോക്കൂ. ഉമ്മയില്ലാത്ത ജീവിതം, ഉപ്പയില്ലാത്ത ജീവിതം, ഭാര്യയും പെങ്ങളും ഇക്കാക്കയും ഇത്താത്തയും മക്കളും എല്ലാവരും ആ ജലപ്രളയത്തിൽ ഒലിച്ചുപോയി. 25ഉം 30ഉം കിലോമീറ്ററുകളാണ് ഓരോ ഡെഡ് ബോഡിയും ആ ചാലിയാറിലൂടെ ഒഴുകിപ്പോയത്. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാമുള്ള ആ ഒരു സ്നേഹത്തിൽ ചാലിച്ച കുടുംബ ബന്ധം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടി എന്തും സഹിക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെ? എത്ര വേദന സഹിക്കാനും എത്ര വേർപാട് സഹിക്കാനും. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന എല്ലാവരും ലക്ഷറി ലൈഫ് നയിക്കുന്ന ആളുകളൊന്നുമല്ല. എല്ലാവരും മാസാമാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുന്ന ആളുകളൊന്നുമല്ല. 2.5 കൊല്ലവും 3 കൊല്ലവും 4 കൊല്ലവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വളരെ തുച്ഛമായ ശമ്പളത്തിന് മരുഭൂമിയിൽ ആടിനെ മേക്കുന്ന ആളുകളുണ്ട് അല്ലെ? ആട് ജീവിതം എന്നൊക്കെ നമ്മൾ കഥയും നോവലും ചരിത്രവും ചിത്രീകരണങ്ങളെ കുറിച്ചും പറയുമ്പോൾ അറിയാതെ കിടക്കുന്ന ഒരുപാട് ആടുജീവിതങ്ങൾ അവിടങ്ങളിലെല്ലാം ഉണ്ട്. എന്താണ് അവരുടെയൊക്കെ അവസ്ഥ? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സഹിക്കുന്നത്? ഒരുപക്ഷെ അവരനുഭവിക്കുന്ന പ്രയാസമൊന്നും അറിയാതെ അവരുടെ സമ്പത്ത് കൊണ്ട് വളരെ രാജകീയമായി ജീവിക്കുകയാണ് അവരുടെ മക്കളൊക്കെ ഇവിടെ അല്ലെ? എത്രയോ ബാപ്പ അവിടെ പണം വാരുകയാണ് എന്ന നിലക്ക് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കഷ്ടതകൾ ആർക്കു വേണ്ടിയാണ്? ഭാര്യയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? മക്കളെ കളിപ്പിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാണോ നാടും വിട്ട് പ്രവാസത്തിലേക്ക് പോകുന്നത്? ഈ കുടുംബത്തോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ടാണ്. എത്ര നേരത്തെ വീട്ടിൽ ഏറ്റവും ആദ്യം എണീക്കുന്നത് വീട്ടിലെ ഉമ്മയാണ്. വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്നത് വീട്ടിലെ ഉമ്മയാണ്. അടുക്കളയിലെ ജോലിക്ക് ശമ്പളമില്ലല്ലോ, അതിനൊരു പഞ്ചിങ് മെഷീൻ ഇല്ലല്ലോ, അതിനൊരു റിപ്പോർട്ടില്ലല്ലോ അല്ലെ? ഞാൻ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഓഫീസിൽ കഠിനാധ്വാനം ചെയ്തിട്ട് വരികയാണെന്ന് നമുക്ക് പറയാൻ ഒരു ടൈം ലിമിറ്റും ഉണ്ട്. അവിടെ ഒരു ഓഫീസ് സിസ്റ്റം ഉണ്ട്. അവിടെ വർക്കിംഗ് ഡേയ്സും ഓഫ് ഡേയ്സും എല്ലാം ഉണ്ട്. വീട്ടിലെ ജോലിക്ക് ഓഫ് ഡേയ്സ് ഇല്ലല്ലോ. വീട്ടിലെ ജോലിക്ക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പഞ്ചിങ് സിസ്റ്റമോ ഇവാലുവേഷൻ സിസ്റ്റമോ ഒന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും നേരത്തെ എണീറ്റ് ഏറ്റവും അവസാനം ഉറങ്ങുന്നത് വീട്ടിലെ ഉമ്മയാണ്. എത്രയധികം പണിയാണ് ഒരു ഉമ്മ ഒരു വീട്ടിൽ ചിലവഴിക്കുന്നത് അല്ലേ? ഓരോരുത്തരുടെയും ഫുഡ് സ്റ്റെപ്പ് വാച്ചിനകത്ത് കിട്ടും. അങ്ങനത്തെ ഒരു വാച്ച് നിങ്ങളുടെ ഭാര്യക്ക്, വീട്ടിലുള്ള നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ആ ഭാര്യ ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും. ആ വീട്ടിനകത്ത് കൂടെയും അതിന്റെ പുറത്തുകൂടെയും എത്രയോ തവണയാണ് അവർ നടക്കുന്നത് അല്ലെ? ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ് അല്ലെ? നമുക്ക് പനിച്ചാൽ വീട്ടിൽ കിടക്കാം അല്ലെ? ചൂടുള്ള കഞ്ഞിയും പാരസെറ്റമോളും കുടിക്കാം. എന്നാൽ ഭാര്യയ്ക്ക് പനിച്ചിട്ട് അവർ കിടക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭാര്യയ്ക്ക് പനിച്ചാൽ ഒരു പക്ഷേ പനി തോന്നുമ്പോഴേക്ക് തന്നെ 650 എടുത്ത് അടിച്ചിട്ട് അവർ വീട്ടിൽ പണി ചെയ്യുക. കാരണം കിടക്കാൻ നിർവാഹമില്ല, ആ ജോലി ചെയ്യാൻ ആരുമില്ല വീട്ടില് അല്ലെ? ഉമ്മ റെസ്റ്റ് എടുക്കുന്ന നമ്മൾ പലപ്പോഴും കാണാറില്ല.
ഉമ്മ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങുന്നത് പലപ്പോഴും നമ്മൾ കാണാറില്ല. ഇതൊക്കെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ സംഗതികളാണ്. എത്ര പണമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടി, എത്ര സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര എനർജിയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അതൊക്കെ ആ കുടുംബത്തോടുള്ള വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും. പടച്ചോൻ ഈ കുടുംബം വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? വല്ലാത്ത ആളുകൾ പറയാണ്, ഞാൻ വല്ലാത്ത ഡിപ്രഷൻ അനുഭവിക്കുകയാണ്, വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഭാര്യയില്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾക്ക് കുടുംബമില്ലേ എന്നൊക്കെ. ഫ്രസ്ട്രേറ്റഡ് ആയി ജീവിക്കുന്ന ആളുകളോട്, മാനസിക സംഘർഷം നേരിടുന്ന ആളുകളോട് മക്കളെ കളിപ്പിക്കാനാ പറയാ, കുടുംബത്തിലിരിക്കാനാ പറയാ അല്ലെ, ഭാര്യയോട് കുറച്ചു നേരം കൂടെ സമയം ചിലവഴിക്കാൻ, ഭർത്താവിന്റെ കൂടെ കുറച്ചു നേരം കൂടെ സമയം ചിലവഴിക്കാനാ പറയാ. ഇന്ന് ആളുകൾക്കുള്ള വലിയ പരാതി, ഭർത്താവിന്റെ സമയം കിട്ടുന്നില്ല, ഭാര്യയ്ക്ക് സംസാരിക്കാൻ ഒഴിവില്ല അല്ലെ, മക്കളുടെ കൂടെ നിൽക്കാൻ ഉപ്പക്കും ഉമ്മക്കും സമയമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കൾ പറയാണ്, ഉമ്മക്കും ഉപ്പക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മളിവിടെ കൊണ്ടുവന്നാക്കിയതാണ്, നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവർ രണ്ടുപേരും ഗൾഫിൽ ഉഷാറായിട്ട് സുഖിച്ച് ജീവിക്കുകയാണെന്നാണ് മക്കൾ വായിക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ് നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ആ ഒരു സഹവാസം എന്ന് പറയുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അതിനെ പരിപാലിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ആകാശം എത്ര അത്ഭുതമാണ് അല്ലെ. വസ്സമാഅ ബനൈനാഹ ബിഐദിൻ, നമ്മുടെ ശക്തി കൊണ്ട് ആകാശത്ത് നാം ഉയർത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞ്. ബനൈനാഹ ബിഗൈരി അമദിൻ തറൗനഹ, കാണുന്ന തരത്തിൽ ഒരു തൂണുമില്ലാതെ പ്രവിശാലമായ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ സഖഫൻ മഹ്ഫൂദ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു മേൽക്കൂരയാക്കി പടച്ച റബ്ബ് സ്ഥാപിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാ കുഫാറുകൾ വിളിച്ച്, സത്യനിഷേധികൾ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ് കാനതാ റതഖൻ ഫഫതഖ്നാഹുമാ, അവർ കാണുന്നില്ലേ ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം ഒട്ടിച്ചേർന്ന കോലത്തിലായിരുന്നു, അതിന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പിളർത്തി, കാർമേഘമുള്ള മഴ പെയ്യുന്ന അല്ലെ, നിലാവലകളുള്ള നക്ഷത്രങ്ങളുള്ള രാവും പകലുമുള്ള വാനമാക്കി അള്ളാഹു വാനത്തെ മാറ്റി. നിർജീവമായ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി അതിനെ പിളർത്തി, അതിൽ നിന്ന് വിത്തുകൾ മുളപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഏറ്റവും നല്ല ജീവയോഗ്യമാക്കിയത്. അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുവിന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, അവന്റെ അത്ഭുതത്തെ, അവന്റെ സൃഷ്ടി മാഹാത്മ്യത്തെ മനസ്സിലാക്കാനും പടച്ചോൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചതാണ്. ഇണകളാക്കി നമ്മളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്നതും, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ അള്ളാഹു നമുക്ക് നൽകി എന്നുമുള്ളതും നമ്മുടെ പൂർണ്ണമായ സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതക്കും വേണ്ടി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച ഒരു കാര്യമാണിത് അല്ലെ. വിവാഹപ്രായമെത്തി വീട്ടില് ആരോടും സംസാരിക്കാതെ വീട്ടിൽ 3 ദിവസവും 4 ദിവസമൊക്കെ റൂം അടച്ചിരിക്കുന്ന ഒരു യുവാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് കംപ്ലൈന്റ് പറയുണ്ടായി. അവൻ ദീനിന് തീരെ താല്പര്യം കാണിക്കുന്നില്ല, അവൻ ചില സമയത്ത് ആകെ ഡള്ളായിട്ട് പിന്നെ ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ കുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവന്റെ വയസ്സ് 27 വയസ്സാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു മോശപ്പെട്ട ഒരു ബന്ധമുണ്ടായിരുന്നു. കുടുംബമെല്ലാം അത് ഇടപെട്ട് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി. പക്ഷെ അവന്റെ ബോഡി ഒരു പാർട്ട്ണറെ തേടിക്കൊണ്ടിരിക്കുന്നു, ഒരു ഇണയെ അവന്റെ ശരീരം തേടിക്കൊണ്ടിരിക്കുന്നു. ആ തേട്ടത്തിനെ നമുക്കൊരു മെഡിസിൻ കൊണ്ട് തടയാൻ പറ്റില്ല. ആ തേട്ടത്തിന് അവന്റെ ജീവിതത്തിലെ അപാകതകൾ തിരുത്തി അവനെ കഴുകി ശുദ്ധീകരിച്ച് ഒരു നല്ല കുട്ടിയാക്കി എടുത്ത് അവന് നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിലൂടെയാണ് അവന്റെ ദീന് ശരിയാകുന്നത്. ദീനിന്റെ പാതി പൂർത്തിയാകാൻ വിവാഹം കഴിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരാധനകൾക്ക് വേണ്ടി ഞാൻ ഇനി കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചവനോട് അങ്ങനത്തെ തീരുമാനം എടുക്കണ്ട എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്റെ ആരാധന ഉണ്ടാവില്ല, എന്റെ ചാരിത്രം ഉണ്ടാവില്ല, രണ്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരാധനയും ഉണ്ടാവും, എന്റെ ദാമ്പത്യവും നടക്കും. കല്യാണം കഴിക്കാതെ ആരാധനക്ക് പോയാൽ കുറച്ച് കഴിഞ്ഞാല് എന്റെ ആരാധന ഉണ്ടാവില്ല, പിന്നെ എന്റെ ധാർമ്മികത ഉണ്ടാവില്ല, എനിക്ക് കുടുംബം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ അറിയുന്ന പടച്ച റബ്ബ്, മനുഷ്യന്റെ ജീവിതത്തെ അറിയുന്ന പടച്ച റബ്ബ്, മനുഷ്യന്റെ ഭാവിയെ അറിയുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നിയമമാക്കിയിരിക്കുകയാണ് കുടുംബമായി ജീവിക്കണം എന്നുള്ള കാര്യം. ആ ഒരു മസ്ലഹത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് തട്ടി നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്. ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ കണ്ടുപറ്റി അല്ലെ, ബ്രോക്കർ വഴിയോ പരിചയക്കാർ വഴിയോ ആദർശക്കാർ വഴിയോ കുടുംബക്കാർ വഴിയോ ഒക്കെ കണ്ടുപറ്റിയിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്നങ്ങനെയാണോ? ഏതോ ഒരാൾ എന്നുള്ള ഭാവത്തിലാണോ ഉള്ളത്?
അല്ല, നമ്മുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ്. അയാളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത് തന്നെയാണ് ഇത് വല്ലാത്തൊരു അത്ഭുതമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സന്തോഷം, ഈ സമാധാനം നമുക്ക് നിലനിൽക്കണം. വെറും ഒരു ദുനിയാവിലെ സുരക്ഷയും ദുനിയാവിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരാളായിട്ടല്ല. വീട്ടിലെ അടുക്കള ജോലി ചെയ്യാനും തന്റെ മക്കളെ നോക്കാനും തന്റെ വസ്ത്രമലക്കാനും ഒരാള് വേണം, അതിനല്ല അത്. തന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തരാൻ ഒരു പുരുഷൻ വേണം, അതിനല്ല ഇത്. മറിച്ച് ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സന്തോഷത്തിന് പുറമേ മരണത്തിനപ്പുറത്തുള്ള നശിക്കാത്ത ലോകത്തും ഈ ഒരു സന്തോഷം നിലനിൽക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ, സ്വഹാബത്തെ, ആ യുദ്ധത്തിന്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ തേടി നടക്കുന്ന ഉമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഉമ്മക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാ, സ്വഹാബത്തെ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആ ഉമ്മ ആ കുഞ്ഞിനെ നരകത്തിൽ തീയിലെറിയുമെന്ന്? സ്വഹാബത്തിന് ഒരിക്കലും ഇല്ല റസൂലേ, കാരണം അത്രയും ആ ഉമ്മ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും തയ്യാറാകുമോ നമ്മുടെ മക്കളെ തീയിലെറിയാൻ, നമ്മുടെ മക്കളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ? അല്ലെ, പിഞ്ചു മക്കളെ കൊന്നൊടുക്കുന്നവരുടെ വാർത്ത വായിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെ, ഇവനൊക്കെ മനുഷ്യനാണോ? അല്ലെ, പ്രളയത്തിൽ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു പോയി ഒറ്റപ്പെട്ട മക്കളെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ചില സാധുക്കളുടെ ചിത്രം നമ്മൾ കാണുകയുണ്ടായി. അല്ലെ, അവരെ ഞങ്ങൾക്ക് തരുമോ? കൊല്ലങ്ങളായി ഞങ്ങൾക്ക് ആ കുട്ടിയില്ല, അതുകൊണ്ട് ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണുകയുണ്ടായി. അല്ലെ, നമ്മൾ ആരെങ്കിലും തയ്യാറാവോ നമ്മുടെ കുട്ടികളെ ഈ രൂപത്തിൽ ചെയ്യാൻ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള വാത്സല്യത്തെക്കാളും എത്രയോ 10 മടങ്ങ് നിങ്ങളോട് വാത്സല്യമുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ വാത്സല്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ യുദ്ധക്കളത്തിലെ ആ ഒരു മൊമെന്റിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരാളും തന്നെ നമ്മുടെ മക്കളെ നരകത്തിലെറിയാൻ ആഗ്രഹിക്കുകയില്ല. നമുക്കിവിടെ ഇങ്ങനെ തൽക്കാലം നമ്മുടെ നോക്കാൻ നമ്മുടെ മക്കൾ വേണം, നമ്മുടെ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഭാര്യ വേണം എന്നതിന് വേണ്ടിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരിക്കലും അല്ല. അവരെ ഒരുപാട് പഠിപ്പിച്ചിട്ട് അവര് പ്രതിമാസം കിട്ടുന്ന സാലറിയിൽ നിന്ന് നമുക്ക് നല്ലൊരു എമൗണ്ട് തരണം, അങ്ങനെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബാപ്പുണ്ടോ? ഒരിക്കലും നമ്മുടെ മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും അതല്ല. യുദ്ധക്കളത്തിലേക്ക് മക്കളെ മാറ്റി പറഞ്ഞയക്കുന്ന ഉമ്മമാരുടെ ചരിത്രം, അല്ലെ, ഉമ്മമാരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അസ്മാ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹദികളുടെ ചരിത്രം. യുദ്ധക്കളത്തിലേക്ക് പടക്കുപ്പായം ധരിച്ച് പുറപ്പെടുമ്പോ നീ ഇത്ര ഭീരുവാണോ എന്ന് ചോദിക്കുന്ന, പരിചയമായിട്ട് പുറപ്പെടുമ്പോ നീ ആയുധത്തെ ഭയക്കുന്നവനാണോ എന്ന് ചോദിക്കുന്ന, യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ ഫീലിംഗ് എന്താണ്? എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്നെ ആരാണ് നോക്കാനുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് പലരും. എന്നാൽ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കുന്ന ഉമ്മമാരെന്താ ചിന്തിച്ചത്? എന്റെ മക്കൾ സ്വർഗത്തിലേക്ക് പോട്ടെ എന്ന്. യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുഖത്തെ മണ്ണ് നീക്കിയിട്ട് ചുംബിച്ചുകൊണ്ട് ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, നബിയെ, എന്റെ മകന് സ്വർഗമുണ്ടോ, ജന്നത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ മകന് ജന്നത്തല്ല ഉമ്മ, നിങ്ങളുടെ മകന് ജന്നാത്ത്, സ്വർഗത്തിന്റെ വിവിധങ്ങളായ തോട്ടങ്ങളിലാണ് നിങ്ങളുടെ മകനുള്ളത് എന്ന് പറയുമ്പോ ആ ഉമ്മ സന്തോഷത്തോടെ തിരിച്ചു പോവാണ്. വാർദ്ധക്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഖൈസമ റളിയല്ലാഹു അൻഹു. അദ്ദേഹവും തന്റെ മകൻ, യുവാവായ മകനും സഅദും വീട്ടുമുറ്റത്ത് കോലായിലിരുന്ന് ഇങ്ങനെ മക്കത്തെ വിശേഷങ്ങൾ പറയാം. അപ്പോഴാണ് അങ്ങാടിയിൽ നിന്ന് ഭയങ്കര ശബ്ദകോലാഹലം കേൾക്കുന്നത്. ബാപ്പ മകനോട് പറഞ്ഞു, ഇജ്ജൊന്ന് പോയി നോക്ക്, എന്താണ് ഒച്ച കേൾക്കണമെന്ന് പോയി നോക്കാറ്. മകന് പോയി നോക്കി തിരിച്ചു വന്നിട്ട് ബാപ്പനെ മൈൻഡ് ചെയ്യാതെ നേരെ അകത്ത് കയറിയിട്ട് പടക്കുപ്പായം ധരിച്ച് വാളും പരിചയം എടുത്ത് വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് വേഗത്തിൽ വണ്ടിയെടുത്ത് പോവാൻ നിൽക്കുമ്പോ ബാപ്പ വാഹനത്തിന്റെ മൂക്ക് കയറിന് പിടിച്ചിട്ട് ചോദിച്ചു, എവിടേക്കാണ് നീ പോകുന്നത്? എന്താണ് ആ ശബ്ദം? ഒന്നും പറയാതെ നീ എന്താണ് ഇങ്ങനെ പുറപ്പെടുന്നത് ചോദിച്ചപ്പോ മകൻ, യുവാവായ സഅദ് പറഞ്ഞു ബാപ്പയോട്, ബാപ്പ, അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് നടത്തിയ വെളിയാളമാണ്. ബദറിലേക്ക് പുറപ്പെടാനുള്ള വെളിയാളം നടത്തിയിരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹക്കും ബാത്തിലും ബദറിന്റെ പോർക്കളത്തിൽ പരസ്പരം പോരാടുമ്പോൾ ഹക്കിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് ബാപ്പനോട് പെർമിഷൻ ചോദിച്ച് അനുവാദം ചോദിക്കുമ്പോൾ ബാപ്പ പറയും, മോനെ, ആ ആയുധം ഇങ്ങതാ, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, ഈ യുദ്ധത്തിന് ഞാൻ പോകട്ടെ, കാരണം അടുത്ത യുദ്ധത്തിന് പോകാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, ഞാൻ പ്രായമായ വ്യക്തിയാണ്, നീ യുവാവാണ്
എന്ന് പറയുമ്പോൾ യുവാവായ സഅദ് റളിയല്ലാഹു അൻഹു പിതാവിനോട് പറയും, ഉപ്പ, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ്, നിങ്ങൾ എന്നെ തടഞ്ഞു വെക്കരുത്, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകാൻ നിങ്ങൾ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ ബാപ്പ സമ്മതിക്കുകയാണ്. ഒരു യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു പോകുന്ന ഒരു മകന്റെ പിന്നാമ്പുറം നോക്കിയിട്ട് പിതാവ് പറഞ്ഞ എന്താ അറിയോ, പടച്ചോനെ, യുദ്ധക്കളത്തിൽ എന്റെ മകനെ മരിപ്പിച്ച എനിക്ക് ആരാ ഉണ്ടാവുക, ഇന്നെ പോറ്റാൻ ആരാ ഉണ്ടാവുക, ഞാനൊരു മൂലക്കെ കടന്ന് എനിക്ക് ഭക്ഷണം തരാൻ ആരാ ഉണ്ടാവുക, ഇതല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ബദറിൽ സത്യവും അസത്യവും തമ്മിൽ പോരാടുമ്പോൾ സത്യത്തിന്റെ പക്ഷത്ത് മരിച്ചു വീഴുന്ന ശുഹദാക്കളിൽ ആ പോകുന്ന എന്റെ മകൻ സഅദിനെ നീ ചേർക്കണേ എന്ന് മഹാനായ സ്വഹാബി ഹൈതമ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, അപ്പോൾ മക്കള്, കുടുംബം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടുത്തെ സന്തോഷത്തിനും ഇവിടുത്തെ സമാധാനത്തിനും ഇവിടുത്തെ സുരക്ഷയ്ക്കും ഇവിടെ കിട്ടുന്ന ഒരു കെയറിനും മാത്രമുള്ളതല്ല, മറിച്ച് മരണത്തിനപ്പുറത്ത് നമുക്ക് ഒരുമിക്കാൻ സാധിക്കണം. സൂറത്തു റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ജന്നാത്തു അദ്നിൻ, അദിൻ തോട്ടങ്ങൾ, ഒരിക്കലും നിലക്കാത്ത ശാശ്വതത്തിന്റെ തോട്ടങ്ങളാണ് സ്വർഗം. യദ്ഖുലൂനഹാ, അവർ അതിൽ പ്രവേശിക്കും. അവർ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം, സ്വർഗത്തിൽ പ്രവേശിച്ച ആൾക്കാരുടെ നല്ലവരായ രക്ഷിതാക്കൾ, വഅസ്വാജിഹിം, അവരുടെ നല്ലവരായ ഇണകൾ, വദുർരിയാതിഹിം, അവരുടെ നല്ലവരായ മക്കൾ, വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ എല്ലാ ഡോറിലൂടെയും വന്നിട്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ദുനിയാവിൽ ക്ഷമിച്ച് സഹിച്ച്, ആരൊക്കെ? നിങ്ങളും നിങ്ങളുടെ ബാപ്പയും ഉമ്മയും മക്കളും ഭാര്യമാരും, ഒറ്റ കുടുംബം അല്ലെ, ഒറ്റ കുടുംബം. താനൂര് ബോട്ടപകടത്തിൽ ഒരു കുടുംബത്തിലെ 11 പേരാ മരിച്ചത്, 11 പേര്. ആ കുടുംബം ഒന്നടങ്കം സന്തോഷത്തിന് വേണ്ടി പുറപ്പെട്ടതല്ലേ. കുടുംബമായിട്ട് ഇങ്ങനെ സന്തോഷത്തിലൊരു യാത്രയൊക്കെ ഉണ്ടാകും, ഭയങ്കര രസമാണ്. മക്കളും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളൊക്കെ ആയിട്ട് അല്ലെ, കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വണ്ടിയുടെ ഡിക്കിൽ വെച്ച് നമ്മൾ നല്ലൊരു പ്രദേശത്തേക്ക് ഇങ്ങനെ എല്ലാ തിരക്കും മാറ്റിച്ചൊരു യാത്ര പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലെ. ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വണ്ടിയൊക്കെ സൈഡാക്കി മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ എന്തൊന്നില്ലാത്തൊരു ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിനേക്കാളും നമ്മുടെ ഒരു ബിസിനസ് യാത്ര പോകുന്നതിനേക്കാളും മറ്റേത് യാത്രകൾ പോകുന്നതിനേക്കാളും എന്തൊന്നില്ലാത്തൊരു നിർവൃതിയാണ് അല്ലെ. കാലങ്ങളോളമായിട്ട് എവിടെയോ കടന്ന എന്തോ ഒരു ഗ്യാപ്പാണ്, ഫില്ലായ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക അല്ലെ. എന്നാ ഈ കുടുംബം ഒന്നിച്ചാണ് മരിച്ചിട്ട് അല്ലെ, എത്രയോ കുടുംബം ഒന്നിച്ചു മരിച്ചു പോയിരുന്നു. ഈ കുടുംബം ഒന്നിച്ച് നേരെ സ്വർഗത്തേക്ക് പോണ അവസ്ഥ ആലോചിച്ചു നോക്കി. അതിനെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, മക്കളും ഇണകളും മാതാപിതാക്കളും ഒത്ത് അവർ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകും. സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഉദ്ഖുലുൽ ജന്ന അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് ആർമാദിച്ചുല്ലസിച്ച് ആഹ്ലാദത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു രംഗം സഹോദരങ്ങളെ പരലോകത്തുണ്ട്. 2 രംഗമാണ് പരലോകത്തുള്ളത്. ഒന്ന് കുടുംബസമേതം ഇങ്ങനെ പോകുന്നൊരു രംഗം. രണ്ടാമത്തെ രംഗം എന്താ രംഗങ്ങള്? രണ്ടാമത്തെ രംഗം വലാ യസ്അലു ഹമീമുൻ ഹമീമാ, കുടുംബത്തെ പരസ്പരം അങ്ങോട്ടോട് ചോദിക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഓടാണ് പരസ്പരം അങ്ങോട്ട് കൂടെ നോക്കാതെ, അറിയായിട്ടൊന്നല്ല, അങ്ങോട്ട് കൊടുക്കുക അറിയും. ഇത്രയും കാലം കണ്ട് പരിചയിച്ച ആൾക്കാർ അതേ കോലത്തിൽ കാണും, പറയാതൊക്കെ അറിയാനിട്ടൊന്നല്ല, പരസ്പരം അറിയും, പക്ഷെ എല്ലാവരും ഓടും. യഫിറുൽ മർഉ മിൻ അഖീഹി, നമ്മളുമായിട്ട് ബന്ധത്തിൽ കുറച്ച് ദൂരമുള്ളത് അഖ്, നമ്മുടെ സഹോദരൻ,
വ ഉമ്മിഹി വ അബീ, പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോ ഉമ്മയും ബാപ്പയും അല്ലെ, വസാഹിബതിഹി വ ബനീ, കുറച്ചും കൂടെ അടുത്തേക്ക് വരുമ്പോ നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും നമ്മുടെ ഉറ്റവർ എന്ന് പറയുന്ന ഭാര്യ, മക്കള്, മാതാപിതാക്കള്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ സഹോദരങ്ങള്, ജ്യേഷ്ഠാനുജന്മാർ, ഇതാണല്ലോ ഒരു ഫാമിലിന്റെ ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് അല്ലെ, ഇവര് പരസ്പരം ഓടുന്നു. ഖുർആൻ പറയാണ് ഓരോരുത്തർക്കും അവനാന്റെ കാര്യം ഉണ്ടാവും. അങ്ങനെ അവനാന്റെ കാര്യം നോക്കി പോയി ഹിസാബ് കഴിഞ്ഞ് ചിലപ്പോൾ കുറെ ആൾക്കാർ നരകത്തിൽ, കുറെ ആൾക്കാർ സ്വർഗത്തിലൊക്കെ, നരകത്തിലെത്തുന്ന ആളുകൾ പറയും, എന്താ പറയാറിയോ, ഞങ്ങൾ വഴിതെറ്റാൻ കാരണക്കാരായ ആളുകളെ അരിനല്ലതൈനി അദല്ലാന, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഞങ്ങൾ വഴികേടിലാകാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ കാണിച്ചു തരൂ, നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലാക്കിയിട്ട് ഞങ്ങൾ അവരെ ചവിട്ടി മെതിക്കട്ടെ. മാനിയും ബാപ്പാനെയും തെറ്റിലേക്ക് തങ്ങളെ നയിച്ച എല്ലാവരെയും കാലിന്റെ ചവിട്ടിലിട്ട് ഞങ്ങളത് ചവിട്ടി മെതിക്കട്ടെ. അങ്ങനെ അവരോടുള്ള ദേഷ്യം പറയുന്ന ഒരു രംഗം അല്ലെ. അവസാനം അവർ നരകത്തിലെറിയപ്പെടുമ്പോൾ അവർ പറയും, യബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ വസാഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീ. അതിക്രമകാരികൾ, മോശപ്പെട്ട ആളുകൾ, തിന്മ ചെയ്ത ആളുകൾ, അവർ നരകത്തിലെത്തുമ്പോ നരകത്തിൽ കിടന്നിട്ട് അവർ പറയുന്ന വാക്കാണത്. എന്താ പറയാ? ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ, ഞങ്ങൾക്ക് പകരം ഫിദാ ആയിട്ട്, ഞങ്ങൾക്ക് പകരം ഫിദാ ആയിട്ട് ആരെ തരാം? ഞങ്ങളുടെ മക്കളെ തരാം. വസാഹിബതിഹി വഅഖീ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ തരാം, ഞങ്ങളുടെ മാതാപിതാക്കളെ തരാം. ലികുല്ലി ഇംറിഇൻ മിൻഹും വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിൽ ആരെയാണോ വേണ്ടത് ഓലൊക്കെ തരാ പടച്ചോനെ, ഓലൊക്കെ നരകത്ത് കൊണ്ടുപോയിട്ടോ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാവും. സ്വർഗത്തേക്ക് കുടുംബത്തോടെ പോണ ഒരു ടീം ഉണ്ടാവും. എന്റെ മക്കളെ, എന്റെ ഭാര്യനെ, എന്റെ കുടുംബത്തിന്റെ സഹോദരങ്ങളെ എല്ലാരും നരകത്തിലിട്ടിട്ട് ഇന്നൊന്ന് രക്ഷപ്പെടുത്ത് പടച്ചോനെ എന്ന് പറയുന്ന ഒരു ടീമും ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ഒരു 10-25 കൊല്ലം അധ്വാനിച്ചിട്ട് നമ്മളൊരു 10-25 ലക്ഷം 10-20 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ട് ഒരു പെരയൊക്കെ ഉണ്ടാക്കി, ഇപ്പോഴും നമ്മൾ അധ്വാനിച്ച ആ പൈസ മൊത്തം നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ ഇവിടെ ഈ 10-30 കൊല്ലം ജീവിക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? ഇവിടെ ഒരു 10-60 കൊല്ലം ജീവിക്കാനല്ല ഈ റിസ്ക് ഒന്നും എടുക്കണേ. മറിച്ച് എന്തിനാണ്? ഈ മക്കളെയും ഈ ഭാര്യനെയും ഈ ഭർത്താവിനെയും നമുക്ക് മരിക്കുന്നതോടുകൂടെ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടണം. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് സഹോദരന്മാരെ, നല്ലോണം ചിന്തിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയുക, എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും എന്നുള്ളത്. ഒരുപാട് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യം തന്നെയാണ്. നമ്മളിപ്പോ പ്രാർത്ഥിക്കുക, നമുക്കൊരു ഇടിയൊട്ടിയെ പ്രാർത്ഥിക്കും അല്ലേ? അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ എന്താ, നിസ്കരിച്ച് അങ്ങനെ ഒരു അശ്രദ്ധമായിട്ട് അങ്ങനെ പോകും. ഒരു മനസ്സറിഞ്ഞ് എല്ലാ കാര്യങ്ങളും പടച്ചവനോട് എണ്ണി 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 അല്ലേ? കുട്ടികളുണ്ടല്ലോ നിങ്ങൾ, ചെറിയ കുട്ടികളുണ്ടല്ലോ നിങ്ങൾ, ഓരോരോ കാര്യം ഒറ്റയ്ക്ക് ചെയ്യലുണ്ടോ? ഇല്ലല്ലോ. ഒക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ് അല്ലേ, ഓരോന്നും ചോദിച്ച് അല്ലെ? യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ ഈ ഒരു സമീപനമാണ് അല്ലെ വിശ്വാസികൾ. ഇബാദുർ റഹ്മാനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേ, എന്താ അവരുടെ പ്രാർത്ഥന? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ പടച്ചോനെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖികളുടെ ഇമാമുമാരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. മുത്തഖികളാക്കണേ എന്നല്ല, ഈമാൻ തഖ്വ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലെത്തിയിട്ട് എല്ലാവർക്കും മാതൃകയാകുന്ന മക്കളാക്കി മാറ്റണേ എന്നാണ്. ഇപ്പൊ ചില രക്ഷിതാക്കളൊക്കെ പറയുന്നത് വെച്ചാല് മക്കളോട് പറയും, ദീനൊക്കെ പാലിച്ചു പക്ഷെ ഓവറാണ്ട, മൂപ്പരെ ഓലൊന്നും മാരിയാവണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന എന്താ അറിയോ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, എല്ലാവർക്കും റോൾ മോഡൽ ആക്കണേന്നാണ്, റോൾ മോഡൽ ആക്കണേന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്.
പിന്നെ നമുക്ക് ദീന് എന്നുള്ളത് അല്ലെ, നമ്മളാണ് കുടുംബത്തിന്റെ ഒരു ടോപ്പ്. ഇപ്പൊ എൻ്റെ വീട്ടില് 6 ആൾക്കാർ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും നോക്കുമ്പോൾ 6 പേര്. അവിടുത്തെ ടോപ്പിൽ നിൽക്കുന്ന ആളാരാ? ഞാനാണ്. എൻ്റെ ദീന് ഏറ്റവും പ്രധാനമാണ്. അത് ദുനിയാവിലും പരലോകത്തും എല്ലായിടത്തും ഒരു പ്രധാനമാണ്. നമുക്ക് ദീൻ ഉണ്ടാവുക. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ നീ തെരഞ്ഞെടുത്തോ. അല്ലേ? പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സൽസ്വഭാവമുള്ള ദീനുള്ള പുരുഷന്മാർ വന്ന് വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. വിവാഹം ചെയ്തു കൊടുക്കണം. ഈ നാട്ടിലെ ദീനുള്ള പെൺകുട്ടികളായിരിക്കുള്ള, ദീനുള്ള ആൺകുട്ടിയൊക്കെയുള്ള, മനസ്സിലായില്ലേ? അവർക്ക് ലക്ഷം ശമ്പളമല്ല, അവര് സർക്കാർ ഉദ്യോഗമല്ല എന്നും പറഞ്ഞിട്ട് അകറ്റാൻ പാടില്ല. ദീനുള്ളവരെ തമ്മിൽ ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫസാദും ഫിത്നയും ഉണ്ടാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ദീനുള്ളവരെ തിരഞ്ഞെടുക്കണം. ദീനാണ് എല്ലാത്തിന്റെയും മുന്നിലുള്ളത്, അല്ലെ? ദീനാണ് എല്ലാ വിജയത്തിനും. അതുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം തരാന്ന് അല്ലാഹ് ആരോടാ പറഞ്ഞ്? നല്ല പെര, എല്ലാ സൗകര്യം, എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷെ അവിടെ പ്രയാസങ്ങളാണ്, അസ്വസ്ഥതകളാണ്. വേണമെങ്കിൽ ഞാനൊരു ഓഡിയോ ഒക്കെ കേൾപ്പിച്ചുതരാം ഈ മൈക്ക് കൂടെ. ടൗണിന്റെ ഓരത്ത് 2 ഇരട്ട നില വീടുള്ള ആ വീട്ടിലെ ഒരു ഉമ്മയുടെ ഓഡിയോ ആണ്. ആളുകൾക്ക് കാണുമ്പോൾ നല്ല വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് ശൈത്താൻ പോണില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു സമാധാനമില്ല എന്നാണ് പറയുന്നത്. ഞെരിഞ്ഞമർന്നിട്ടാണ് അവിടെ ജീവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇതിന്റെ വലുപ്പമൊന്നല്ല. ഗ്ലാമറും സമ്പത്തും യോഗ്യതയും വലിയ വലിയ സൗധങ്ങളും ഇതൊന്നല്ല. ഇതൊക്കെ അള്ളാഹ് ആർക്കും കൊടുക്കും. ഇതൊക്കെ പരീക്ഷണമാണ്. പൈസ പടച്ചോ ആളെ നോക്കിയിട്ട് കൊടുക്കണേ ആണോ? ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാര് മുഅ്മിനീങ്ങളാ ആണോ? അല്ല. അതുകൊണ്ട് അതൊക്കെ ആർക്കും അള്ളാഹ് ദുനിയാവ് ആർക്കും കൊടുക്കും. പക്ഷെ ദീൻ അള്ളാഹ് നോക്കി കൊടുക്കുള്ളൂ. 50 കൊല്ലത്തിലധികം അബൂ ത്വാലിബ് നബിന്റെ കൂടെ ഉണ്ടായിനി, ഹിദായത്ത് കിട്ടിയില്ലല്ലോ. റസൂൽ കരഞ്ഞു. അപ്പോഴാണ് ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കല്ല അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആൾക്കൊക്കെ അള്ളാഹ് ഹിദായത്ത്. അതുകൊണ്ട് ദീനാണ് എല്ലാ വിജയത്തിലും സമാധാനത്തിലും സന്തോഷം ദുനിയാവിലും പരലോകത്തുള്ള വിജയത്തിലുള്ള കാരണം. അതുകൊണ്ട് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ഈമാനോട് കൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, അതായത് ദീൻ പാലിച്ച് ജീവിച്ചാല് നല്ല ജീവിതം തരാന്ന് അള്ളാന്റെ ഓഫറാണ്. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബത്തിന്റെ സ്വർഗം അത് നമ്മുടെ അജണ്ടയായിരിക്കുകയും നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മൾ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവരായി മാറുകയും ചെയ്യണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരെയും ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം കൂടിയാണത്. സഹാബത്ത് കാതുകൂർപ്പിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു വിഷയത്തിന്, അത് ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളികൾക്കാണ്. കാരണം അത് സ്പെഷ്യൽ ഫോർ ബിലീവേഴ്സ്, വിശ്വാസികൾക്ക് സ്പെഷ്യലാണ്. അത് വേറെ ആരുമില്ല. അതുകൊണ്ട് വിശ്വാസികളെ എന്ന് വിളിച്ചാല് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുത്തിരുന്നു സഹാബത്ത്. അങ്ങനെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണെന്ത്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അർത്ഥം അറിയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമായിട്ടല്ലേ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. മനുഷ്യനും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തിൽ നമ്മുടെ മടിയിൽ കിടക്കുന്ന, നമുക്ക് സന്തോഷം പകരുന്ന, നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും ഒക്കെ നിർണയിക്കണം നമ്മുടെ മക്കളാ, അല്ലെ? ആ മക്കളാ നരകത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ ഭാര്യമാരാ നരകത്തിൽ ഉണ്ടാവരുത്. നമ്മൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്ന നമ്മുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടാവരുത്. നമ്മുടെ മാതാപിതാക്കളോട് ഉണ്ടാവരുത്. നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാരവിടെ ഉണ്ടാകരുത്. അല്ലെ? ആൾക്കാർ ചോദിക്കും, എന്തിനാ നിങ്ങൾ എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്?
അല്ലെ? അവിടെയും പോയി പരിപാടി, ഇവിടെയും പോയി പരിപാടി, അവിടെ ഒരു സംവാദം, ഇവിടെ ഒരു മറുപടി, അല്ലെ? അവിടെ ഒരു അയൽക്കൂട്ടം, എനിക്കൊന്ന് അടങ്ങിന്നൂടെ ചോദിക്കും ആൾക്കാര്, അല്ലെ? എന്തിനാണ് റോഡിൽ പോലീസുകാർ നിന്നിട്ട് ഇങ്ങനെ തിരിച്ചുവിടുന്നത്? അപ്പുറത്ത് പാലം അപകടകരമായ അവസ്ഥയിലാണ്, അല്ലെ? എന്താണ് ഈയൊക്കെ പരിപാടി കുത്തിരുന്നൂടെ നേരെ ചോദിക്കലുണ്ടോ? ഈ നട്ടുച്ച നേരത്തെ ഈ റോട്ടിൽ നടുവ് നിൽക്കുന്ന നേരെ ഇയാൾക്ക് പരിപാടി കുത്തിരുന്നൂടെ നേരെ ചോദിക്കലുണ്ടോ? അല്ലെ? കാരണം അപ്പുറത്ത് അപകടകരമായ പാലത്തിലൂടെ ആളുകൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ തിരിച്ചുവിടുകയാണ്. ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അടങ്ങിക്കാൻ പറ്റൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിന്റെ അടുക്കലേക്ക് ഓടി വരാണ്. എന്തേ? കരഞ്ഞുകൊണ്ടാ ഓടി വരണേ. എന്തേ? ഉമ്മക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഉമ്മ പരമ്പരാഗത വിശ്വാസത്തിലാണ്, ശിർക്കിലാണ്. നബിയോട് വന്ന് പരാതി പറയാണ്, നബിയേ, ഉമ്മ എന്നെ ചീത്ത പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെയും ചീത്ത പറയുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് പ്രവാചകരെ, എന്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഉമ്മ കുളിക്കുക. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി മകന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ ഷഹാദത്ത് ചൊല്ലുകയാണ്, അല്ലെ? അന്നത്തെ അത്ര സന്തോഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉണ്ടായിണ്ടാവില്ല. കാരണം ആശിച്ച ഒരു കാര്യം, ഉമ്മക്ക് ഹിദായത്ത്, അത് കിട്ടുകയാണ്. അതുകൊണ്ട് കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പൊ ചെറിയൊരു നമ്മുടെ ജോലിന്റെ സമയത്ത് വീട്ടിൽ നിന്നൊരു കോള് വരികയാണ്. വീട്ടിൽ നിന്ന് കോള് ആ സമയത്ത് വരുമ്പോ തന്നെ, ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. നമ്മൾ ഈ വർക്കിംഗ് ടൈമില് പാരന്റ്സിനെ ചിലപ്പം വിളിക്കും, എന്തിനേലും ആവശ്യത്തിന് വിളിക്കണായിരിക്കും. ചാടി എടുക്കും അപ്പൊ ഫോണ്. എന്നിട്ട് രക്ഷിതാക്കൾ പറയും, ഈ നേരം വിളിക്കുമ്പോ ഒരു ബേജാറാണ്, കാരണം കുട്ടിക്ക് എന്തെങ്കിലും അവിടെ വല്ലതും പറ്റിയോ എന്നൊരു ബേജാറാണ് എന്ന് രക്ഷിതാക്കൾ പറയാറുണ്ട്, അല്ലെ? നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോ കുട്ടിയുടെ ദേഹത്തേക്ക് അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒന്ന് മറിഞ്ഞു എന്ന് പറഞ്ഞാല്, ഞാൻ ഇപ്പൊ വർക്കിന്റെ തിരക്കിലാണ്, കുറച്ചുകൊണ്ട് വിളിച്ചു പറയോ? എത്ര തിരക്കാണെങ്കിലും അവിടെ ഇട്ടിട്ട് പോയി നമ്മളല്ലേ? അത്രയും ഇടങ്ങേറാണ് ഞമ്മക്കത്. എന്നാൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണെന്ത്? ലർസുൽ കാഫിർ ഔ നാബുൽ കാഫിർ മിസ്ല ഉഹുദിൻ. ഉഹുദ് മലയോളം വലിപ്പമുണ്ടാകും നരകത്തിൽ പോണ ഒരാളെ മോന്ത. മാ ബൈന മൻകിബൈൽ കാഫിർ മസീറത്തു സലാസത അയ്യാം. ഷോൾഡർ ഇവിടുന്ന് ഒരു കുതിരപ്പുറത്ത് വേഗതയിൽ യാത്ര തുടങ്ങിയ ഇവിടെ തുടങ്ങി 3 ദിവസമാവത്രേ. അത്രയും വലിപ്പമുള്ള ഷോൾഡർ ആയിരിക്കും. ഇന്ന മഹല്ലതഹു ഫീ ജഹന്നം കമാ ബൈന മക്ക വൽ മദീന. നരകത്തിൽ എറിയപ്പെടുന്ന ഒരു മനുഷ്യന് ഇരിക്കാൻ മക്കക്കും മദീനയ്ക്കും ഇടയ്ക്കുള്ള അത്രയും സ്ഥലം ആവശ്യമാണ്. അത്രയും വലിപ്പമുണ്ടാവും അവന്റെ ബാക്ക്. ഇന്ന ഖിലദ ജിൽദിൽ കാഫിർ ഇസ്നാനി ഫഅർബഊന ദിറാഅ. നരകാവകാശിയായ ഒരു മനുഷ്യന്റെ തൊലിക്ക് 42 മുഴം കട്ടി ഉണ്ടാവും. 42 മുഴം കട്ടി, അല്ലെ? ഇങ്ങനെ നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഹോദരി സഹോദരന്മാര് നരകത്തിൽ എറിയപ്പെടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്ത്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നരകത്തിൽ നിന്ന് അവരൊക്കെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് നമ്മുടെ വലിയൊരു അജണ്ടയാണ് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, മറ്റുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് വിവരമില്ലായ്മയാണെന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു വന്നു. 2 സിറ്റിംഗ് അവരുടെ കൂടെ ഇരുന്ന് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇവിടെ എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തും, നിങ്ങളതിൽ വരണം. അതിനുശേഷം പിന്നെ നമുക്ക് അവരെ കൗൺസിലിംഗ് നടത്തേണ്ടി വന്നിട്ടില്ല. എത്രയോ കുടുംബങ്ങൾ അതിലൂടെയാണ് പോകുന്നത്. അടുക്കളയിലുള്ള അരിയല്ല, സ്റ്റോക്ക് റൂമിലുള്ള ഭക്ഷണങ്ങളല്ല ആ വീടിന്റെ ജാത് എന്ന് പറയുന്നത്, വീടിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ആ വീട്ടുകാരുടെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താ? നിങ്ങള് ഇൽമാണ്. ഭാര്യയും പഠിക്കും, ഭർത്താവും പഠിക്കും, മക്കളും പഠിക്കും, എല്ലാവരും ഒരുമിച്ച് ദീന് പഠിക്കാനുള്ള അവസരങ്ങളിൽ പങ്കാളികളാവുകയാണ്. ഓൺലൈനിൽ ഇഷ്ടം പോലെ സംവിധാനങ്ങൾ, പീസ് റേഡിയോയിൽ ഇഷ്ടം പോലെ ദീനിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലൈഫ് കോഴ്സ്, 500 കോഴ്സ്, ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? QHLSകൾ ഇവിടെ നടക്കുന്നു, പല സ്ഥലത്തും നടക്കുന്നു, മക്കൾ CRE പലയിടത്തും നടക്കുന്നു, മദ്രസയിൽ പോകുന്നു. ഇങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ദീന് പഠിക്കുക എന്നുള്ളതാണ് സ്വർഗത്ത് പോകാൻ ആദ്യത്തെ പണി. പഠിച്ചവൻ എന്തിനാ അങ്ങോട്ട് വിട്ട്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
അള്ളാനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. സൂറത്ത് ദാരിയാത്തിൽ അല്ലാഹ് പറയാണ്, അള്ളാനെ ആരാധിക്കാനല്ലാതെ മനുഷ്യന് ജിന്നിനെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറയാണ്, ജീവിതത്തിന്റെ ലക്ഷ്യം ആരാധനയാണ്. ഒരാൾക്ക് അള്ളാനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കുക? പഠിക്കണ്ടേ? അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ദീന് പഠിക്കലാണ്. ദീന് പഠിക്കലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലോകം കണ്ട മഹാപണ്ഡിതനായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പേനയും തൂലികയും അതുപോലെ തന്നെ എഴുത്തുപലകയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? ഇതും കൊണ്ട് ഇങ്ങനെ കബർക്കറ്റാണ് പോകണമെന്നാണ്. കബർക്കറ്റാണ് പോകണം. എത്ര കാലമാണ് ഈ പഠനം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് കബർ എത്തുന്നത് വരെ എന്നാ. നമ്മുടെ നാട്ടിലൊരു സ്വഭാവം എന്താ പറയുക, കുറച്ചു കാലം പഠിച്ച പിന്നെ ജോലി കയറാം, പിന്നെ പഠിച്ചൂല. അതിനല്ലേ നമ്മൾ ഭൗതികമായിട്ട് തന്നെ ആണെങ്കിൽ അല്ലേ, ഡിഗ്രി PG PhD അങ്ങനെയൊക്കെ പോണ കുറച്ച് മേലക്ക് പോണ ആൾക്കാരുണ്ടാവും. കുറച്ച് താഴെയുള്ള ആൾക്കാർ +2 കഴിഞ്ഞ് ജോലി കയറി, +2 പിന്നെ പഠിച്ചൂല. ഇതേപോലെ തന്നെയാണ് മദ്രസയിൽ ഒരു 5ഓ 6ഓ വരെ, പഴയ ആൾക്കാരാണെങ്കിൽ 5 വരെ പോയിണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു 8 വരെ പോയിണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവന്റെ ജോലി, അവന്റെ മറ്റു കാര്യങ്ങൾ, അവന്റെ ബിസിനസ്, അവന്റെ ഏർപ്പാട്, ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ പഠനമല്ല. എനിക്ക് തിരക്കാണ്, എല്ലാത്തിനും തിരക്ക്. അവന്റെ മറ്റു കാര്യങ്ങൾക്കോ ഒരു തിരക്കില്ല അല്ലെ? വേറൊരു കാര്യത്തിനും തിരക്കില്ലല്ലോ. ഫോൺ എത്ര സമയം ഉപയോഗിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദിവസം എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? സ്ക്രീൻ ടൈം നോക്കിയാൽ മനസ്സിലാക്കാം. എത്ര ഓരോ ആപ്ലിക്കേഷനും ഓരോ ദിവസവും യൂട്യൂബ് എടുക്കുക, ഫേസ്ബുക്ക് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, മറ്റ് സാധനങ്ങളൊക്കെ വാട്സപ്പ് എടുക്കുക, എന്നിട്ട് നോക്കുക ഒരു ദിവസം എത്ര സമയം ഉപയോഗിച്ച്. മിനിമം 1 മണിക്കൂറെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും വാട്സപ്പ് ഒക്കെ. 1 മണിക്കൂറൊന്നൊന്നുമല്ല. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇതൊക്കെ പാടുള്ള ആൾക്കാർക്ക് എല്ലാം നോക്കണം. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ തന്നെ അറിയണില്ലേ നമ്മൾ നോക്കണേ. വെറുതെ ഫോൺ എടുക്കുക, നെടു തുറക്കുക, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് യൂട്യൂബ് എടുക്കുക, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് ഫേസ്ബുക്ക് എടുക്കുക, അല്ല വാട്സപ്പ് എടുക്കുക, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ നോക്കുക. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നത് എവിടെയാടി, ഇതാരാടി, അത് ഇത് അങ്ങനെ സ്റ്റാറ്റസിന്റെ പിന്നാലെ പോകും. ആണുങ്ങൾ അങ്ങനെ നോക്കി 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 അങ്ങനെ പെടും. എത്ര സമയം പോണ്? എനിക്ക് സമയമുണ്ട്, ജോലിക്ക് പോകാൻ സമയമുണ്ട് അല്ലേ? പക്ഷെ ദീനിന്റെ കാര്യത്തിന് വേണ്ടി നോക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ് അല്ലെ? അല്ലെങ്കിൽ മറക്കുകയാണ്. മറവി ഭയങ്കര സംഭവമാണ് അല്ലെ? മറക്കുക, വാങ്ങാൻ മറക്കൂല, ഇനി കൊടുക്കാൻ മറക്കണ കുറെ ആൾക്കാരുണ്ട്. വാങ്ങാൻ മറക്കൂല, വാങ്ങിയ പിന്നെ കൊടുക്കാൻ മറക്കുക. ഇതേമാതിരി ദീനിയായ ക്ലാസ്സുകൾ ചൊവ്വാഴ്ച ഞാൻ മറന്ന്, എന്നാ ബാക്കി കാര്യമൊന്നും ഉപരി മറക്കണില്ല. ഞായറാഴ്ച ഒരു പരിപാടി നിങ്ങൾ വരണം പറഞ്ഞാൽ അന്ന് എനിക്ക് അവിടെ കല്യാണം. എന്താ ഓർമ്മശക്തി? ഡയറിൽ എഴുതിച്ച അതൊന്നല്ല. അത് മാണെന്തോ വേണമെങ്കിൽ ചക്ക വേരെല്ലാം കഴിക്കുമാറല്ലേ. അതാണ് നീഡ്സ് ഉണ്ടാവണം. നമ്മൾ കുട്ടികളോട് വായിച്ചോ, പഠിച്ചോ, എഴുതിക്കോ, ഇതായിക്കോ. അപ്പോ കുട്ടികൾ നമ്മുടെ നിർബന്ധത്തിന് ചെയ്യും. കുട്ടിക്ക് തോന്നുകയാണ് വായിക്കണം, എഴുതണം, പഠിക്കണം എന്നാണെങ്കിൽ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നീഡ്സ് ഉണ്ടാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. നമുക്കിത് പഠിക്കുക എന്നുള്ളത് ആവശ്യമായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, പഠനത്തിലുള്ള മാർഗങ്ങൾ തുറക്കുക. ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നല്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളത് പണ്ടേ പഠിച്ചല്ല, അതല്ല ഇപ്പൊ നമ്മളിങ്ങനെ ഈ പണി എടുത്ത് നടക്കണേ, പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എവിടെയൊക്കെ എത്തുവേനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് വേറെ, ഇത് വേറെ. ദീന് പഠിക്കണോടത്ത് അങ്ങനത്തെ ഒന്നും ആരും പറയരുത്. എനിക്ക് പഠിച്ചാൽ തരി കയറൂല, ഞാൻ പണ്ടേ പഠിച്ചാൽ മോശേനി, അതൊക്കെ വേറെ ചികിത്സിക്കേണ്ട കാര്യമാണ്. എന്നാലും പോട്ടെ, നമ്മൾ അതൊന്നും ഇവിടെ പറയരുത്. നമുക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ ഏക മാർഗം ഖുർആനും സുന്നത്തുമാണ് അല്ലേ? തറക്തു ഫീക്കും അംറൈൻ ലൻ തളല്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി. റസൂലുള്ളാഹി ലോകത്തോട് വിട പറയുമ്പോൾ എന്താ പറഞ്ഞേ? നിങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം, ഞാൻ പോവാ അല്ല, നിങ്ങൾക്ക് ഇതാ ഖുർആനും സുന്നത്ത് ഞാൻ ബാക്കി വെച്ചിരിക്കുകയാണ്, അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, നിങ്ങൾ അതിനെ പഠിച്ചോളി. അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. ഞങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ പഠിക്കണ്ടോ ചോദിച്ചാല് ഉണ്ട്. എന്താ പഠിക്കുന്നത്? എവിടെയാ പഠിക്കുന്നത്? എപ്പോഴാ പഠിക്കണേ? അതിന് കറക്റ്റ് ആൻസർ വേണം. പഠിക്കുന്നുണ്ട് പറഞ്ഞാല് ഞാൻ രാവിലെ ഇങ്ങനെ ചിലപ്പോൾ നിർവഹി വെക്കലുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ 1 മിനിറ്റ് ടോക്ക് വെക്കലുണ്ട്, അതൊക്കെ റെഡി. അതൊക്കെ അതൊന്നും മോശമാണെന്ന് നമ്മൾ പറയില്ല. പഠിക്കുന്നുണ്ടോ ചോദിച്ചാ ഉണ്ട്. എന്താ പഠിക്കണോ ചോദിച്ചാ ഞാനിപ്പോ QHLS സൂറത്ത് അംബിയാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? അതാണ് പഠനം. മറ്റൊക്കെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ പഠിച്ചാ ഇതിപ്പോ ജസ്റ്റ് കേൾക്കാണ്, പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇതിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് പഠിക്കണം. ഞാൻ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഗ്രൂപ്പിൽ ഞാൻ ഖുർആൻ ഓതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ ഗ്രൂപ്പിൽ എനിക്ക് തഫ്സീർ ക്ലാസ് ഉണ്ട്. പെണ്ണുങ്ങൾക്ക് കുറെ പറയാനുണ്ടാവും. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കുറെ പഠിക്കുന്നുണ്ട്, കുറെ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്.
നമ്മൾ അങ്ങനെ നമ്മളെ കുട്ടീനെ ഇപ്പൊ കുട്ടിക്ക് 5 വയസ്സായപ്പോ നമ്മൾ പറയാം കുട്ടിക്ക് സ്കൂളിൽ ഇതാക്കണല്ലോ, നമ്മളെന്താ പറയുക, കുട്ടീനെ സ്കൂളിൽ ചേർക്കണല്ലോ. കുട്ടിക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് മനസ്സിലാക്കിയപ്പോ നമ്മളെന്ത് ചെയ്ത് പരിസരത്തുള്ള നല്ല സ്കൂളൊക്കെ അവിടെ കൊണ്ട് ചേർത്തില്ലേ. കുട്ടിക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണെന്നൊക്കെ കുട്ടിനെ എവിടെ കൊണ്ട് ചേർത്ത്. ഇതേപോലെ നമ്മളെവിടെയും കൊണ്ട് ചേർക്കണം. ഞാൻ 4 സ്ഥലത്തേക്ക് വെച്ചിട്ട് റിസൾട്ടുണ്ട്. ആൾക്കാരെ പഠിപ്പിക്കാനല്ല, എനിക്ക് പഠിക്കാനാ. മനസ്സിലാണ്ടല്ലോ, ഞമ്മക്ക് പഠിക്കാനാണത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കുറെ വായിക്കേണ്ടി വരും, കുറെ നോക്കേണ്ടി വരും, കുറെ നോട്ട് ചെയ്യേണ്ടി വരും. അതുമില്ലെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒഴിഞ്ഞു വെക്കണം സമയം. ബുധനാഴ്ച രാത്രി എനിക്ക് ഖുർആൻ ക്ലാസ് ആണ്. അത് പെരിയ നിശ്ചയിക്കുമ്പോ, കല്യാണം ഉറപ്പിക്കുമ്പോ, കുടിരിക്കലുണ്ടാവുമ്പോ, യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോ എപ്പോഴും ഓർമ്മ വേണം. ഒരായത്ത് പോലും മിസ്സായത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നില്ലെങ്കിൽ ഇന്ന് കിട്ടുന്നത് മിസ്സാണ്. പിന്നെ കിട്ടുമോ? കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായി പഠിക്കുന്നവരാണ്. കുടുംബത്തിലെല്ലാവരും, ആണും പെണ്ണും എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്. വീട്ടിലും അങ്ങനെ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കുക. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ബോർഡിൽ കുറെ എഴുതിയിരുന്നു. അപ്പൊ ഇതെന്ത് ചോദിച്ചു? അപ്പൊ പറഞ്ഞത് രാവിലെ തഫ്സീർ ക്ലാസ് എടുക്കും, സുബൈക്ക് ശേഷം. ഇന്ന് മീൻ ക്ലാസ്, നാളെ വാപ്പ, മറ്റന്നാളെ കാക്ക, അതിന്റെ അനിയൻ. വീട്ടിലെല്ലാവരും ഓരോ ദിവസം അമാനിമേന തഫ്സീർ വായിച്ചിട്ട് അത് വെച്ച് ക്ലാസ് എടുക്കുക പെരിയില്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ആയത്തുകളും ഹദീസുകളും ക്ലാസ്സുകളും മുഴങ്ങിക്കേൾക്കണം. പീസ് റേഡിയോ മുഴങ്ങിക്കേൾക്കുക. ചെറുപ്പം മുതൽക്കേ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെ ബ്രൈറ്റ് ആണ് കമ്പാരിറ്റീവ്ലി മറ്റോരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ഗ്രൗണ്ടിൽ കുട്ടികൾ ഇങ്ങനെ DJ പാർട്ടി, അധ്യാപകരും കുട്ടികളൊക്കെ പാടിങ്ങനെ ഡാൻസ് ചെയ്യണം. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ മാറിക്കാണ്. അപ്പൊ സാറ് ചോദിച്ചു, എന്താ ഈ പോവാത്ത ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞത്രേ, ഞമ്മക്ക് പറ്റൂലല്ലോ സാറേ. 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അവർ ചിലതൊക്കെ ഇങ്ങനെ അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അത് അവരുടെ മൈൻഡിൽ ഉണ്ടാകും. അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ? അൺകോൺഷ്യസ് അതിനകത്ത് അതൊക്കെ ഉണ്ടാവും. അത് ആവശ്യം വരുമ്പോ മൈൻഡ് ഇങ്ങനെ അത് മുന്നോട്ടിട്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ മദ്രസയിൽ കുട്ടികൾ എന്തിനാ ചേർക്കണേ? അത് അത്യാവശ്യമാണ് ചെറുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട് കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ എന്നാണ് അത്ര നമ്മുടെ വിഷയം. കുടുംബസമേതം സ്വർഗത്തിൽ പോവാൻ കുടുംബസമേതം അള്ളാന്റെ ഖുർആൻ പഠിക്കണം. കഴുതകളെ പോലെ ഗ്രന്ഥം ചുമക്കുന്നവരാണ് അവരെന്ന് ഖുർആൻ പറഞ്ഞത്. ആരെ? അഹ്ലു കിതാബുകാരെ കുറിച്ച്. അങ്ങനെ ആകരുത് നമ്മൾ. ഈ ഖുർആൻ ലോകത്തെ മാറ്റിയ ഗ്രന്ഥമാണ്. അതിന്റെ അർത്ഥം, അതിന്റെ ആശയം, അതിന്റെ വിവരണം, ഹദീസ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നിസ്കാരം പഠിച്ച് നിർവഹിക്കണം. ഖുർആനോത്ത് മഹത്വങ്ങൾ മനസ്സിലാക്കി നിർവഹിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ പഠിച്ചറിഞ്ഞ് ചെയ്യണം. വിശ്വാസം പഠിച്ചറിഞ്ഞ് വിശ്വസിക്കണം. അതുകൊണ്ട് പഠനമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് പോയിട്ട് നിങ്ങൾ ചോറയിക്കാൻ വേണ്ടി കുത്തിരിക്കൂലേ? അപ്പോ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം നമ്മള് പഠിക്കാൻ എന്താണ് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള. രാവിലെ ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും എന്ത് ചെയ്യുക, സുബഹി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ തഫ്സീർ വായിക്കാം. ഇവിടുത്തെ ക്ലാസിന്റെ അന്ന് നമുക്ക് എന്തായാലും ഇനി കുടുംബസമേതം ക്ലാസ്സിന് പോകണം. ഞാൻ QHLS കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരാളിനോട് പറഞ്ഞേ, നിങ്ങൾ ആ അവസാനം പറഞ്ഞ 5 മിനിറ്റ് എനിക്കൊരു ഓഡിയോ ഒക്കെ അയച്ചു ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് കേൾപ്പിക്കാനല്ലേ ചോദിച്ചു. 6 അല്ലെ ഞാൻ ചോദിച്ചു 37 ചോദിച്ചു. ഇന്ന് വരാൻ പറ്റിയില്ല, എല്ലാ ആഴ്ചയും കൊണ്ടുവന്ന് വിളിയറിഞ്ഞേ. ഓഡിയോ അയച്ചുതരാൻ പോകില്ല, എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിളിയറിഞ്ഞു ക്ലാസ്സിന്. എന്ത് സുഖം അറിയോ? നിങ്ങൾ വരി പോയിട്ട് വരണേക്കാളും സുഖമാണ്. നമ്മളിങ്ങനെ പറയുമ്പോ രണ്ടു കൂട്ടൊരു കാര്യം കേൾക്കല്ലേ? മനസ്സിലായില്ലേ? ഉമ്മാനെയും ഉപ്പാനെയും ഇരുത്തിയിട്ട് മക്കളോട് പറയണം, ഉമ്മ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം പറയുമ്പോ അതേ സദസ്സിലിരുന്ന് പിന്നെ നമ്മൾക്ക് വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എപ്പോഴും ഉപദേശിക്കുകയാണ്, എപ്പോഴും ചീത്ത പറയാണ്, അങ്ങനെ കംപ്ലൈന്റേ ഉണ്ടാവില്ല. എല്ലാവരും ഒറ്റ സദസ്സിലാണ് വന്നിരുന്നാൽ. അതുകൊണ്ട് ദീൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ആ ദീനിനെ പഠിക്കാനുള്ളത് മാത്രമല്ല ഭയങ്കര റാങ്കും മാർക്കും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങാനുള്ളത് മാത്രമല്ല ഈ ഇൽമെന്ന് പറയുന്നത്. മറിച്ച് ഈ ഇൽമുകൊണ്ട് ഭൗതികമായിട്ട് ഒരുപാട് ബെനിഫിറ്റ് നമുക്കുണ്ട്. പക്ഷെ അതിലപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കുടുംബസമേതം ദീന് പാലിക്കുക. ആ വീട്ടിൽ കയറി ചെല്ലുമ്പോ തന്നെ ആ ഒരു പ്രാർത്ഥന, ബിസ്മില്ലാ എന്നൊരു പ്രാർത്ഥന, അല്ലെ? ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന, നിസ്കാരം നിർവഹിക്കുന്ന, ദിക്റ് ചൊല്ലുന്ന. റസൂൽ പറഞ്ഞു, ദിക്റില്ലാത്ത വീട് മയ്യിത്താണ്, മരിച്ചു കിടക്കുന്ന വീടാണ്. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ,
നിങ്ങളുടെ വീടിനെ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. ഖബർസ്ഥാനിൽ നിസ്കാരം ഉണ്ടോ? ഖുർആനോത്തുണ്ടോ? എന്താ ഉള്ളത്? മൂകമാണ് അവിടെ. അങ്ങനെ ആവരുത് നിങ്ങളെ വീട്. ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഫോണാണ്, അതുകൊണ്ട് എല്ലാവരും ഫോണെടുത്ത് ഇങ്ങനെ പോകും. കുട്ടികളെ ഒന്ന് ഫോണേക്കുമ്പോ ഫോൺ ഉപയോഗിക്കുമ്പോട്ടല്ലോ. അപ്പൊ കുട്ടികൾ ചിന്തിക്കും, നമുക്ക് കാണാൻ പറ്റില്ല, ഇതെന്ത് ചിട്ടയാണ് എന്ന് കുട്ടികൾ ചിന്തിക്കുകയാണ്. നമ്മള് പിന്നെ വീട് ആരാധനയുടെ കേന്ദ്രം, അവിടെ മ്യൂസിക്, സംഗീതം, മറ്റു കാര്യങ്ങള്. ഇപ്പൊ എന്താ വെച്ചാല് നമ്മളെ നാട്ടിൽ കണ്ടിട്ടോ, ഇങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു പാട്ടും ഒരു പ്രത്യേക പരിപാടിയും, അല്ലെ? കുടിയിരിക്കല്, പടച്ചോനൊരു പെരണ്ടാക്കി തന്നുള്ള എത്ര വലിയ അനുഗ്രഹമാണ്. പെരല്ലാത്ത എത്ര ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ കുടിയിരിക്കലിന്റെ തലേ ദിവസം ജാട കാണിക്കുന്ന എത്രയോ ആൾക്കാർ, അല്ലെ? അതിനൊന്നും നിൽക്കരുത് നമ്മൾ. വീട് എന്ന് പറയുന്നത് ശൈത്താനെ പടിയിറക്കേണ്ട സ്ഥലമാണ്. ദീനിനെ അവിടെ സംസ്ഥാപിക്കേണ്ട സ്ഥലമാണ്. ഖുർആനിനെ സ്ഥാപിക്കേണ്ട സ്ഥലമാണ് വീട് എന്ന് പറഞ്ഞാൽ. അവിടെ ഖുർആന്റെ ഓത്ത്, ദിക്റുകൾ, ദുആകൾ, പരസ്പരമുള്ള നല്ല നല്ല ഉപദേശങ്ങൾ, കാര്യങ്ങൾ, ഒരുമിച്ചുള്ള നിസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ പള്ളിയിൽ നിന്ന് ഫർള് നിസ്കരിച്ചിട്ട് വീട്ടിലുള്ള ഒരു ഓഹരി മാറ്റി വെക്കണം. കാരണം വീട്ടിലുള്ള നിങ്ങളുടെ നിസ്കാരത്തിൽ ഖൈറുണ്ട്. സുന്നത്ത് നിസ്കാരമൊക്കെ നബി വീട്ടിൽ നിസ്കരിച്ച്, വീട്ടിൽ നിസ്കരിച്ച്. കാരണം വീട്ടിലുള്ള നിസ്കാരത്തിൽ ഖൈറുണ്ട്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ദീന് നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കുക. നമ്മുടെ എല്ലാ കാര്യത്തിലും ഫസ്റ്റ് വിശ്വാസമാണ്. ഒരു ശിർക്കിന്റെ ഒരു കണിക പോലും നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകരുത്, ആ വീട്ടിലുണ്ടാകരുത്. എന്റെ ജ്യേഷ്ഠന്റെ വീട് തറക്കല്ലിടുമ്പോ പണിക്കാരൻ ചോദിച്ചു, പിന്നെ എന്തെങ്കിലും ചെയ്യാണ്ടോ ചോദിച്ചു. ഞാൻ എന്താ ചെയ്യാള്, ബിസ്മില്ലാ ഇട്ടാളിയാർന്ന്. അല്ല, ചില വീട്ടിലൊക്കെ അതിന്റെ കല്ലിന്റെ അടിയിൽ ചില്ലറൊക്കെ വെക്കലുണ്ട്. അതെന്തിനാണ് ചോദിച്ചു. അത് ദാരിദ്ര്യമില്ലാക്കാനാണ്. ഞാൻ ചോദിച്ചു, 5 റുപ്യന്റെ കൊട്ടനെ അതിന്റെ ചോട്ടിൽ വെച്ചാൽ പിന്നെ പീടിയെ ചെല്ലുമ്പോൾ 5 റുപ്യ പോക്കറ്റ് തപ്പുണ്ടാവും. പോക്കറ്റ് തപ്പിയൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ 5 റുപ്യന്റെ ദാരിദ്ര്യം അനുഭവപ്പെടല്ലേ ചെയ്യാ. 5 റുപ്യ കല്ലിന്റെ അടി വെച്ചില്ലേ, ആ കല്ലിന്റെ അടി വെച്ച പൈസ നമ്മളെ പോക്കറ്റ് ഉണ്ടെങ്കിൽ 5 റുപ്യക്ക് ഒരു സാധനം വാങ്ങിക്കൂടെ? അപ്പോ ചില ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ 100 അന്ധവിശ്വാസങ്ങളാണ്, അല്ലെ? ഭയങ്കര വിശ്വാസം പറയുന്ന ആൾക്കാരും മെല്ലെ പാത്തും പതുങ്ങി ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ടോയ്ലറ്റ് എവിടെ വരണം, മറ്റേ എവിടെ വരണം, എങ്ങനെ വരണം, അല്ലെ? എന്റെ വീടിന്റെ മറ്റേ മുന്നിലെ എന്താ പറയല്, കട്ടില് വെക്കാൻ വേണ്ടി പണിക്കാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെച്ചാളി, എന്നിട്ട് വരുന്നൊക്കെ വരും. നിങ്ങൾ വെച്ചിട്ട് എന്താ ഇവിടെ വരുന്നെന്ന് കാണണം പറഞ്ഞു ഞാൻ പണിക്കാരോട്. ഞാൻ തൊടാൻ പോയില്ല. അപ്പൊ ആളുകൾക്ക് ഓരോ കാര്യത്തിലും, അല്ലെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സംഭവിച്ചാലും ആൾക്കാർ എന്തേ ഇപ്പൊ അങ്ങനെ, എന്തേ ഇപ്പൊ ഇങ്ങനെ, പിന്നെ എവിടെ നമ്മളെ വിശ്വാസം ഉള്ളത്, അല്ലെ? വിശ്വാസം എന്ന് പറഞ്ഞ തൊള്ളുകൊണ്ട് ഇങ്ങനെ പറയാന്നല്ലാണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നിടത്ത് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ രൂഢമൂലമാക്കേണ്ടത്. പടച്ചോനല്ലാത്ത ഒരാളും എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ. കുഞ്ഞു മകനാണ് ഇബ്നു അബ്ബാസ്. 7 വയസ്സുള്ള സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന്റെ വണ്ടിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് എന്താ പറഞ്ഞത്? യഹ്ഫദില്ലാഹ് യഹ്ഫദുക, പൊന്നുമോനെ നീ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സംരക്ഷിക്കും. അല്ലാഹനെ സൂക്ഷിച്ചോ, അവന്റെ എല്ലായിടത്തും പടച്ചോനെ കാണാം. ലോകം മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചു, അല്ലാഹ് വിചാരിച്ചില്ലേ കിട്ടൂല. ലോകം മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചാൽ ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. എന്നെ ആണ് വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ കുടുംബത്തിന്റെ മനസ്സിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? വളരെ സന്തോഷം തോന്നിയ ഒരു പാരന്റ് പറയണ, അവരുടെ കുട്ടിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാല് അവര് പറഞ്ഞു കൊടുക്കും, അത്രേ ഇത് പടച്ചോന്റെ തീരുമാനമാണ്, ഇതിനേക്കാൾ നല്ലൊരു ഹൈറായ ഒരു വഴി പടച്ചോൻ, ഇതിനേക്കാൾ നല്ലൊരു വിജയം, സക്സസ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ നിഅമത്തുകൾ പോലും നമ്മളെ അള്ളാനെ എങ്ങനെ പരിചയപ്പെടുത്തല്? അള്ളാഹ് തിജ്ജിലിടും, അള്ളാഹ് കുറ്റം കിട്ടും. ആ അമ്മാനെ തച്ചോ അള്ളാനെ തിജ്ജിലിടും, അല്ലെ? പറഞ്ഞു കേട്ട് ചോറൊക്കെ കൊടുക്കും, ചോറൊന്നുമില്ലെങ്കിൽ പറഞ്ഞു കേട്ടില്ലെങ്കിൽ എന്നെ തിജ്ജിലിടും. അപ്പൊ ഈ തിജ്ജിലിടുന്ന ഉപദ്രവിക്കണ കഷ്ടകാലം ഉണ്ടാക്കുന്ന ഒരാളാണ് പടച്ചോന്നുള്ളതൊക്കെയാണ്. ഈ അറബി നാട്ടിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഏത് ചെറിയ കുട്ടികൾക്ക് എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ അള്ളാന്റെ റഹ്മത്തും അള്ളാഹിനുള്ള മഹബത്തും അള്ളാഹിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള സാധനങ്ങളാണ് ബേസിക്കലി ഫസ്റ്റ് പഠിപ്പിക്കണം. അല്ല അള്ളാഹ് കൊണ്ട് തിജ്ജിലിടുന്നല്ല ആദ്യം പഠിപ്പിക്കണ്ടേ. ആകാശം ചൂണ്ടിയിട്ട് പറയുന്നത് പടച്ചോണ്ടാക്കിയതാണ്, മഴ നോക്കിയിട്ട് പടച്ചോണ്ടാക്കിയതാണ്, ഉമ്മച്ചിനെ തന്ന് പഠിച്ചവനാണ്, ഉപ്പച്ചിനെ തന്ന് പഠിച്ചവനാണ്, ഈ ഫുഡ് നമുക്ക് തന്ന് പഠിച്ചവനാണ്, എവ്രിതിങ് അള്ളാഹു ആണ് തന്നത് എന്ന് പറയാം. മരുന്ന് കൊടുക്കും, മരുന്ന് കുടിച്ചിട്ട് പ്രാർത്ഥിച്ച പടച്ചോൻ നമ്മുടെ രോഗം മാറ്റിത്തരും. ഓരോ മൊമെന്റിലും പടച്ചോന്റെ നിഅമത്തിനെ ബോധ്യപ്പെടുത്താനും പടച്ചോള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനും നമുക്ക് പറ്റണം. എന്ത് സംഭവിച്ചാലും ശരി,
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതല്ലേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതൊക്കെ എന്താ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിശ്വാസിന്റെ തൊള്ളിന്നതേ വരുള്ളൂ. ജനിച്ച ആൺകുട്ടികളൊക്കെ മരിച്ചപ്പോ ആ കുട്ടിനെ ഇബ്രാഹിമിനെ മടിയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് റസൂൽ പറഞ്ഞെന്താ, കണ്ണ് നിറയും ഹൃദയം പടക്കും, പക്ഷെ പടച്ചോന് പറ്റാത്ത ഒരു വാക്കും ഈ തൊള്ളിന്ന് ചാടൂല. നമ്മളെന്ത് വിശ്വാസമാണ് ഉറപ്പിക്കുന്നത്. എന്തിനാണ് പടച്ചോണ്ടാവുക, പിന്നെ പടപ്പാളെന്തിനാ? ഇപ്പൊ അള്ള തന്നെയാണ് അത്ര CM, അങ്ങനെ പോലെ പാട്ടും പ്രസംഗമൊക്കെ അള്ള തന്നെയാണ്, സംശയമില്ല ഞങ്ങൾക്ക് എന്നാ പറയുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ അന്തള്ള ആൾക്കാർക്ക് ഇനി വേഗം ഇങ്ങോട്ട് പോരാനുള്ള തൗഹീദിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് ഇതൊക്കെ. മനസ്സിലാണ്ടോ? എന്നിട്ട് പടച്ചോൻ മതി എന്നുള്ളതും പടച്ചോനാണ് എല്ലാം നൽകുന്നത് എന്നുള്ളതും പടച്ചോൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നുള്ളതും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഉറപ്പിക്കണം. അങ്ങനെ വിശ്വാസം നമ്മൾ ഉറപ്പിച്ച് പടച്ചോന് വേണ്ടിയിട്ട് പടച്ചോന്റെ ദീനിന്റെ മാർഗത്തിലുള്ള നന്മകൾ എന്തൊക്കെയാണോ അത് ഒരുമിച്ച് നമ്മൾ ചെയ്യുക. കൈപിടിച്ച് കുട്ടികളുടെ കൂടെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. എന്നാ ഉസ്താദ് എന്താ പഠിപ്പിക്കാത്ത? ഉസ്താദ് പഠിപ്പിച്ചോളും. ഉസ്താദ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിച്ചാൽ ആ കുട്ടി ചേണീന്റെ കൂലി ആർക്ക് കിട്ടും? ഞമ്മക്ക് കിട്ടും. നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ എന്നൊക്കെ ചോദിക്കുക. പൈസ തരുന്നില്ലേ മാസത്തിൽ 25 റുപ്യ, എന്നിട്ട് നമസ്കാരം പഠിപ്പിക്കാത്ത അല്ലെ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത അതിന്റെ കൂലി നമുക്ക്. കുടുംബസമേതം റസൂൽ റഹിമല്ലാഹും റഅതൻ റഹിമല്ലാഹും റജുലൻ, ഒരാണിനും ഒരു പെണ്ണിനും അല്ലാഹ് കരുണ ചൊരിയട്ടെ എന്ന് പറഞ്ഞു. ആരാണ്? ആണ് രാത്രി എണീറ്റു ഭാര്യ ഉറങ്ങാണ്, ഓളെ വിളിച്ചപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നടന്ന്. അപ്പോ വെള്ളം കുടഞ്ഞിട്ട് രാത്രി നിസ്കരിക്കാൻ വിളിച്ചുണർത്തിയ ഭർത്താവിന് അള്ളാന്റെ കരുണ. ഭർത്താവ് ഇറങ്ങുമ്പോ ഭാര്യ വന്നിട്ട് വെള്ളം കുടഞ്ഞ് വിളിച്ചുണർത്തിയാൽ അവൾക്ക് അള്ളാന്റെ കരുണ. അല്ലെ? അപ്പൊ ദീന് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാം, ആരാധനയിൽ കൊണ്ടുവരാ, നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാ. ഈ നാട്ടിൽ എല്ലാവരോടും നല്ല പെരുമാറ്റക്കാരം, പെരിയില് തനി ഡേശായിരിക്കും. അങ്ങനെ കുറെ കംപ്ലൈന്റ്സ് ഇന്ന് വരുന്നുണ്ട്. എല്ലാ ഭാരം കൂടെ കൊണ്ടുവന്നിട്ട് പെരി കൊണ്ടുവന്ന് ഛർദിക്കുക കുറെ ആൾക്കാർ. അതെ, ഞമ്മക്ക് കുറെ ഭാരങ്ങൾ ഉണ്ടാവും. അതിന് ഈ പാവങ്ങൾ എന്ത് വെച്ചു? പെരി ഒന്ന് 4 ചീത്തറ നമ്മുടെ പ്രശ്നം തീരുമോ? ഒരു പ്രശ്നത്തിന് കറക്റ്റ് പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം കാണുന്നതല്ലാതെ അല്ലേ, അങ്ങാടി തോറ്റിന് അമ്മയോട് പറയണ പോലെ പെരി വന്നിട്ട് പൊട്ടിത്തെറിക്കണ കുറെ ആൾക്കാരുണ്ട്. എന്താ കാരണം എന്നറിയാതെ കൊയ്ന്തും കാട്ടി അടക്കണ തെറ്റി അടക്കണ കുറെ ആൾക്കാരുണ്ട്. വേറെ വേറെ കിടക്കുക കാലങ്ങളായിട്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം. നമ്മുടെ സ്വഭാവത്തിൽ നല്ല ഒരു മാറ്റമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം. നിങ്ങളിൽ ഏറ്റവും കുടുംബത്തോട് മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നബി പറയുന്നു, എന്റെ കുടുംബത്തോട് ഞാൻ ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഒരിക്കലും അടിച്ചിട്ടില്ല. ഒരു ഭാര്യനെ ഒരു ഖാദിമിനെ റസൂൽ അടിച്ചിട്ടില്ല. അത്രയും മാന്യമായി പെരുമാറ്റായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇപ്പൊ എന്താ വെച്ചാല്, ഉമ്മ നല്ല പർദ്ദട്ടുണ്ടാവും, മക്കളല്ല ജീൻസ് പാന്റും ടീഷർട്ടും. ഇത് മാറിക്കൂടെ തിരക്കിലിങ്ങനെ ചിലപ്പോ കുട്ടികളൊക്കെ കൈ മാറി പിടിച്ചു പോലുണ്ട്. അങ്ങനെ പോയതാണ് തോന്നിപ്പോവും. രണ്ടൊരു ബന്ധം ഉണ്ടാവില്ല. എന്താ ഓളത്തൊക്കെ ഓളെടുക്കല്, ഓളെ വിട്ട ഓൾക്ക് വേണ്ടിയൊക്കെ ഓളെടുക്കും. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നത്, നമുക്കൊരു സ്വർഗം കിട്ടണം, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം. അപ്പൊ നമ്മുടെ മുടി ഇങ്ങനെ ആവണം, നമ്മുടെ വസ്ത്രം ഇങ്ങനെ ആവണം. എല്ലാവരും ലിപ്സ്റ്റിക്കും കൺമഷിയും ഫൗണ്ടേഷനും കുറെ സാധനങ്ങൾ തേമ്പിയിട്ട് പോകുമ്പോ ഞമ്മക്കത് പറ്റില്ല. എന്തുകൊണ്ട്? അത് അല്ലാഹ് ഹറാമാക്കി. അത് മാറ്റിവെച്ച നമുക്ക് എന്ത് കിട്ടും? ഇതിനേക്കാൾ അടിപൊളി ലൈഫ് സ്വർഗത്ത് കിട്ടും. അത് കറക്റ്റ് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷം, ഈ നോമ്പ് തുറക്കണിന്റെ അവസാന സമയത്ത് ഒരു 5:45 ഒരു ബാപ്പക്ക് മകളിങ്ങനെ വിളിക്കുക, വയ്യാബി ഞാനിപ്പോ എനിക്ക് ആകെ ക്ഷീണാണ് എന്ന് പറയുമ്പോ ആ ബാപ്പ സ്നേഹത്തിൽ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, മോളെ ബാങ്ക് ഇപ്പൊ വിളിക്കും, മോളെ ഈ നോമ്പ് ഫുള്ളാക്കിയാൽ നിനക്ക് സ്വർഗം കിട്ടും. സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ മൂപ്പര് പറയാണ്. എന്നിട്ട് കുട്ടിയെ നോമ്പ് മുയ്യനാക്കാണ്. ഇതാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാല്. അല്ലാതെ നമ്മളെ ദേഷ്യവും പിരാന്തൊന്നും നടക്കൂല. അതൊന്നും നടക്കൂല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നേർക്കുനേരെ സൗമ്യമായി എളിമയോടുകൂടെ പെരുമാറി കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, വേഷവും രൂപവും സംസാരവും പെരുമാറ്റവും ഹലാല് തിന്നാൻ കൊടുക്കണം. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഹലാലേ മക്കൾക്ക് തിന്നാൻ കൊടുക്കാവൂ. മനസ്സിലായില്ലേ? കുട്ടികളെ വലിച്ചെറിയില്ലാറ മാതിരി കുട്ടികളെ തീയിലിടൂല എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടിയൊക്കെ ഈ ഹറാമ് കൊണ്ട് തിന്നാൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരെ പറ്റിച്ചും നുണ പറഞ്ഞും പൂഴ്ത്തിവെച്ചും കബളിപ്പിച്ചും പൈസ ഉണ്ടാക്കിയിട്ട് അത് മക്കളെ തീറ്റിക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ് കുടുംബ സ്വർഗത്ത് പോവാ?
അതുകൊണ്ട് എല്ലായിടത്തും ദീന് പാലിക്കണം, ഹറാമുകൾ ഒഴിവാക്കണം, ശൈത്താനെ വീട്ടിൽ നിന്ന് പടിയിറക്കണം, വീട്ടിൽ മ്യൂസിക്കും പാട്ടും സിനിമയും കൂത്തും ഒഴിവാക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, നമ്മൾ ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, അത് കുടുംബത്തെ ബാധിക്കും. ഒളിഞ്ഞും മറഞ്ഞും കൊണ്ടു നടക്കുന്ന സ്വകാര്യമായിട്ടുള്ള അബദ്ധങ്ങൾ അത് നമ്മുടെ സ്വർഗത്തെയാണ് ബാധിക്കുക. ഒളിപ്പിച്ച് നമുക്ക് കുറെ കാലം കൊണ്ടെടുക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ സ്വർഗം അതിലൂടെ നഷ്ടപ്പെടും. ഉമ്മയും മക്കളും സ്വർഗത്തേക്ക് പോകുമ്പോ നമ്മൾ വേറെ നരകത്ത് പോകണ്ടേ? ബാപ്പയുടെ ബാപ്പ ഔട്ടായി, മക്കളെ ഉമ്മ ഔട്ടായി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഒരുമിച്ച് സ്വർഗത്തിലേക്കുള്ള പോക്കിൽ എല്ലാവരും തൗഹീദ്, എല്ലാവരും അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത്, എല്ലാവരും തിന്മകളിൽ നിന്ന്, ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിന്ന് അങ്ങനെ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിച്ചും പരസ്പരം സഹകരിച്ചും സന്തോഷത്തോടുകൂടെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നതാണ് സഹോദരന്മാർ നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നന്മകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലാസ് ഒരു വ്യക്തി ഒറ്റക്കുണ്ടാക്കിയ പള്ളിയിലായിരുന്നു. ഒരു വ്യക്തി ഒറ്റക്കൊരു പള്ളി ഉണ്ടാക്കിയേക്കാം, അതിന്റെ ബാക്കിൽ വലിയൊരു വീടുണ്ട്. ഈ പള്ളിനേക്കാൾ വലിയൊരു വീട് ഇമാമിങ്ങൾക്കുള്ള വീടാണ്. ചോദിച്ചു, ഇത്ര വലിയ വീടൊക്കെ നിങ്ങൾ ഇമാമിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചു? അപ്പൊ മൂപ്പരനോട് പറഞ്ഞത് വെച്ചാൽ ആ വീടായിരുന്നു ആ പ്രോപ്പർട്ടി. വലിയൊരു വീടും അതിന് വലിയൊരു മുറ്റം ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി മൊത്തം മൂപ്പരന് വാങ്ങിയിട്ട് അതിന്റെ മുൻഭാഗത്ത് പള്ളിയാണ് കയറ്റി. 5 പൈസ ഒരാളടുത്തുനിന്ന് വാങ്ങാതെ മൂപ്പരാണ് എല്ലാ ദിവസവും ടോയ്ലറ്റ് കഴിക്കുന്നത്. ഫുള്ള് പണി ഒരാളെയും കൂട്ടാതെ ഒറ്റയ്ക്ക് എനിക്ക് തന്നെ വേണമെന്നുള്ള സ്വാർത്ഥതയാണ് മൂപ്പർക്കുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം അങ്ങനെ ഒരു അജണ്ട, നമുക്ക് പുറത്തേക്കൊന്ന് നീട്ടിയാലോ, അടുക്കളുടെ ഭാഗം ഒന്ന് ഷീറ്റിട്ടാലോ, നമ്മൾ ആ വർക്കേരിയ ഒന്നും കൂടെ അങ്ങോട്ട്, ഈ ചർച്ചയൊക്കെ നടക്കല്ലേ, നമുക്കത് ഊട്ടിക്കട് പോയാലോ, ഇതേപോലെ ഞമ്മക്ക് മക്കളെ എല്ലാവർക്കും സ്വർഗത്തിക്കട് പോയാലോ, അതിനു വേണ്ടി ഒരു ഒരുക്കണായാലോ. ഇപ്പൊ രക്ഷിതാക്കളൊക്കെ പറയും, എനിക്ക് തീരെ പൊടിച്ചാൽ കിട്ടില്ല അല്ലെ, ഈ ഒരു +2 10ാം ക്ലാസ് ഡിഗ്രി ഒക്കെ പ്രായമായ കുട്ടികളെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ പിടിച്ചാൽ കിട്ടാത്തൊരു കുട്ടി നമുക്കില്ല. ഓനെ പിടിച്ചാൻ കിട്ടണം, ഓനെ പിടിച്ചണം. മനസ്സിലായില്ലേ? ഓന്റെ കമ്പനിയും ഓന്റെ കൂട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവനെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. നല്ലത് കേടുന്നു പോകാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കേടരാതെ കാത്തു സൂക്ഷിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നല്ല ജാഗ്രത കാണിക്കണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അതിനെന്താ പരിഹാരം? മക്കൾക്ക് ദീന് പഠിപ്പിക്കാം. ഈ മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് ദീന് പഠിക്കാൻ ഈ നാട്ടിൽ അവസരമില്ലെങ്കിൽ ഒറ്റ കുട്ടിനെ കിട്ടൂല നമുക്ക്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ ആഴ്ച തോറും ദീൻ പഠിക്കാനുള്ള വേദി സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിയില്ലെങ്കിൽ എത്ര പൈസ ചെലവാക്കിയാലും പിന്നെ ആ കുട്ടിനെ തിരിച്ചിട്ടില്ല. എത്രയോ കുട്ടികൾ നമ്മൾ അനുദിനം കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരിക്കുക, എല്ലാം കഴിഞ്ഞിട്ടാ വരുന്നത്. മനസ്സിലായില്ലേ? 4-5 മാസമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് അതോടുകൂടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓലതൊക്കെ ഭാര്യയും ഭർത്താവായി മാറിയിട്ടുണ്ട്. ഞാനൊപ്പം ജീവിക്കാനുള്ള ചാരിത്രം നഷ്ടപ്പെട്ടു പോയി, ഓൻ്റെപ്പം ജീവിക്കല്ല, എന്താ ചെയ്യാ? അതുകൊണ്ട് നല്ല ജാഗ്രത കാണിക്കണം. നമ്മൾ തിരക്ക് പിടിച്ച് മണ്ടിപ്പാഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. കുടുംബത്തിന്റെ കാര്യമൊന്നും നോക്കാതെ ഇങ്ങനെ അന്തം വിട്ട് നടന്നാലേ പിന്നെ അന്തം വെക്കുമ്പോഴത്തേന് കാര്യമൊക്കെ കുറെ കൈവിട്ട് പോയിണ്ടാവും. അതുകൊണ്ട് നല്ല ജാഗ്രത കാണിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, നല്ലവരായി ജീവിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല ദീന് നല്ലോണം പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, ഒരുമിച്ച് ദീനിന്റെ ദഅവാ രംഗത്തും മറ്റ് സേവന രംഗത്തും നന്മയുടെ വഴിയിലും നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു നിലക്ക് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളൊക്കെ ഏറ്റെടുത്ത കടമകളും കടപ്പാടുകളും ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചു തരട്ടെ. വയനാട്ടിലും മറ്റു പരിസര പ്രദേശങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ഗസയിലൊക്കെ ഇപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ്. അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ. വിശ്വാസികളെ വ്രണപ്പെടുത്തി ആനന്ദ നൃത്തമാടുന്ന ഇസ്രായേലികൾക്കും അതുപോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്തുള്ള നല്ല ജീവിതം പ്രദാനം ചെയ്യട്ടെ. സന്തോഷത്തോടുകൂടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ വീടിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിബ്ലയാക്കി മാറ്റുമാറാവട്ടെ. ദിക്റിന്റെയും ദുആഇന്റെയും ഖുർആനിന്റെയും
ഭവനമാക്കി അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഭവനത്തെ മാറ്റുമാറാവട്ടെ. പിശാചിന്റെ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.